സംസ്ഥാന സർക്കാർ പ്രഖ്യാപിച്ച അതിദാരിദ്ര്യമുക്തി സംസ്ഥാനം എന്നത് പൂർണ്ണമായും ഉൾക്കൊള്ളാൻ ഇപ്പോഴും പ്രതിപക്ഷത്തിന് കഴിയുന്നില്ല. ഇത് ഒരുതരം ഗിമ്മിക്കാണ് എന്ന് ആക്ഷേപിക്കുന്നവർ, ഇത് പൂർണ്ണതയിലെത്തിയിട്ടില്ല എന്ന് ആക്ഷേപിക്കുന്നു അവർ. ഇത് നമ്മുടെ സംസ്ഥാനത്തിലുള്ള മറ്റു സഹായങ്ങളെ തടയുമെന്ന സാങ്കേതിക ന്യായം പറയുന്നവർ, സർക്കാരിൻ്റെ തന്നെ കയ്യിൽ പണമില്ല, ദാരിദ്ര്യം അനുഭവിക്കുന്നെന്ന് പറയുന്നു കുഞ്ഞാലിക്കുട്ടിയെ പോലെയുള്ളവർ. സത്യത്തിൽ ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കുക അല്ലെങ്കിൽ അടിസ്ഥാന വർഗ്ഗക്കാർക്കുള്ള വിഹിതം വർദ്ധിപ്പിക്കുക എന്നതിന് ശേഷം സർക്കാർ നടത്തിയിട്ടുള്ള ഒരു സുപ്രധാനമായ കാൽവയ്പ്പാണ് അതിദാരിദ്ര്യമുക്തി പ്രഖ്യാപനം. രാജ്യത്ത് തന്നെ ആദ്യത്തെ ഒരു ഇടപെടലാണത്. 64,000-ഓളം അതിദാരിദ്ര്യ കുടുംബങ്ങളെ കണ്ടെത്തുകയും അവരെ ദാരിദ്ര്യമുക്തിയിലേക്ക് കൈപിടിച്ചുയർത്തുകയും ചെയ്തു എന്നാണ് സർക്കാർ ഔദ്യോഗികമായി ഈ കാര്യത്തിൽ അറിയിക്കുന്നത്. അത് സത്യമെങ്കിൽ, അത് പൂർണ്ണാർത്ഥത്തിൽ ശരിയെങ്കിൽ നിശ്ചയമായും ഒരു മികവാർന്ന നേട്ടം തന്നെയാണ്. അതിനെ വിമർശിക്കാൻ പ്രതിപക്ഷം ഇറങ്ങിപ്പുറപ്പെടുമ്പോൾ കേവലമായ വാചാടോപ്പങ്ങൾ മാത്രം പോരാ അവരുടെ കയ്യിൽ. മറിച്ച് 64,006 കുടുംബങ്ങളെ അതിദാരിദ്ര്യത്തിൽ നിന്ന് കരപിടിച്ചു കയറ്റി എന്ന് സർക്കാർ പറയുന്നതിനെ കൗണ്ടർ ചെയ്യാൻ നിങ്ങളുടെ കയ്യിൽ വേറെ വല്ല കണക്കുകളുമുണ്ടോ? സർക്കാർ പറയുന്നത് അതിദാരിദ്ര്യമുക്തി എന്ന് തന്നെയാണ്, ദാരിദ്ര്യമുക്തി എന്നല്ല. അതിദാരിദ്ര്യത്തിലുള്ള മനുഷ്യർ ഇത്ര, അവരെ കണ്ടെത്താൻ സ്വീകരിച്ച മാർഗങ്ങളിത്, അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കാൻ സ്വീകരിച്ച മാർഗങ്ങളിത്, ഇപ്പോഴത്തെ അവരുടെ സ്റ്റാറ്റസ് എന്താണ്, ഇവയെല്ലാം സർക്കാർ ഉത്തരവാദിത്വത്തോടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. അതിന് തുടർച്ച ഉറപ്പാക്കാൻ ഒരു മെക്കാനിസവും ഉണ്ടാക്കിയിരിക്കുന്നു. അത് തെറ്റാണെന്ന് പറയുന്നുണ്ടോ പ്രതിപക്ഷം? ആ കണക്കിൽ പ്രശ്നമുണ്ട് എന്ന വാദം പ്രതിപക്ഷത്തിനുണ്ടോ? ഉണ്ടെങ്കിൽ കണക്കുകൾ കൊണ്ട് തന്നെയാണ് അവർ അതിന് മറുപടി പറയേണ്ടുന്നത്. അപ്പം സർക്കാരിനെ സംബന്ധിച്ചും ഇനി മുൻപിലുള്ള ഉത്തരവാദിത്വം എത്ര വലുതാണ്. അതിദാരിദ്ര്യം എന്നാൽ ഭക്ഷണം കഴിക്കാൻ നിവൃത്തിയില്ലാതെ, ജോലിയില്ലാതെ, അസുഖങ്ങളാൽ ബുദ്ധിമുട്ടുന്ന കുടുംബങ്ങൾ, അതൊരു ക്രൈറ്റീരിയ തന്നെ ഉണ്ടല്ലോ. അത്തരം ആളുകൾ ഒരാളും കേരളത്തിൽ ഇപ്പോഴും അവശേഷിക്കുന്നില്ല എന്ന ആത്മവിശ്വാസം സർക്കാരിന് ഉണ്ടോ? BJP പറയുന്നത് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ വലിയ വിഷണറി പ്രോജക്റ്റിൻ്റെ ഭാഗമായി പ്രവർത്തിച്ചുകൊണ്ടാണ് കേരളത്തിനും കിട്ടിയത് അതിദാരിദ്ര്യമുക്തി എന്നാണ്. അപ്പോൾ കേരളമല്ലാതെ മറ്റേതെങ്കിലും സംസ്ഥാനങ്ങൾക്ക് ഇത് പ്രഖ്യാപിക്കാൻ കഴിഞ്ഞിട്ടുണ്ടോ എന്ന വലിയ ചോദ്യം അവിടെ നിൽക്കുന്നു. അതിന് BJP ഉത്തരം പറയുന്നുണ്ട് എന്ന് തോന്നുന്നില്ല. ഞാൻ ഈ വിഷയത്തിലേക്ക് കടക്കുകയാണ്. ശ്രീ PK ഗോപൻ CPIM-ൽ നിന്ന്, റിജിൽ മാക്കുറ്റി കോൺഗ്രസ് നേതാവ്, ശ്രീ സാമൂഹ്യ നിരീക്ഷകനായ ശ്രീ സണ്ണി M കപ്പിക്കാട്, ബിജു നായർ വലതു നിരീക്ഷകൻ എന്നിവരാണ് എന്നോടൊപ്പം ഉള്ളത്. ആദ്യം ഇതിനകത്ത് ശ്രീ റിജിൽ മാക്കുറ്റി, സർക്കാർ എല്ലാ കണക്കും മുന്നിൽ വെക്കുന്നു, അതിൻ്റെ പ്രോസസ്സിൻ്റെ വിശദാംശങ്ങൾ മുഴുവൻ വെക്കുന്നു, അതിൻ്റെ ക്രൈറ്റീരിയ വെക്കുന്നു, എല്ലാം പബ്ലിക് ഡോക്യുമെൻ്റായി ഇപ്പോൾ അവൈലബിൾ ആണ്. നിങ്ങളതിനെ കൗണ്ടർ ചെയ്യുന്നത് എന്തു പറഞ്ഞിട്ടാണ്? നിങ്ങളുടെ കയ്യിലുള്ളത് കേവലം നിഷേധക്കുറിപ്പുകൾ മാത്രമാണോ? നിഷാദ്, ഒരിക്കലുമല്ല. ബഹുമാന്യനായ പ്രതിപക്ഷ നേതാവും പ്രതിപക്ഷവും പറഞ്ഞിട്ടുള്ളത് ഈ പറയുന്ന 64,006 ആളുകൾ എങ്ങനെയാണ് ഇവർ കണ്ടെത്തിയത് എന്നതിനെ കുറിച്ചുള്ള ചോദ്യമുണ്ട്. ഇപ്പോൾ പരമദരിദ്രന്മാരും അതോടൊപ്പം തന്നെ ഇവർ അതിദരിദ്രന്മാരും, അങ്ങനെ രണ്ട് കണക്കാണല്ലോ. അപ്പോൾ പരമദരിദ്രന്മാരായ ആളുകൾ 5,91,194 ആളുകൾ ഈ കുടുംബങ്ങൾ ഈ കേരളത്തിലുണ്ട് എന്ന് കേരളത്തിലെ നിയമസഭയ്ക്കകത്ത് തന്നെ കേരളത്തിൻ്റെ ബഹുമാന്യനായ മന്ത്രി മറുപടി പറയുന്നത് നമ്മൾ കണ്ടതാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് അവരെ ഏത് രൂപത്തിലുള്ള മാനദണ്ഡം ഉപയോഗിച്ചാണ് അവരെ അതിദരിദ്ര പട്ടികയിൽ നിന്ന്, പരമദരിദ്ര പട്ടികയിൽ നിന്ന് അതിദരിദ്ര പട്ടികയാക്കി മാറ്റിയത് എന്നുള്ള കൃത്യമായ ചോദ്യത്തിന് അവർ ഉത്തരം പറയണം. ഈ പറയുന്ന ദാരിദ്ര്യമുക്തമായി ഈ 64,000 ആളുകൾ ആയി എന്നതിനെ സംബന്ധിച്ച് ഞങ്ങൾക്കൊരു തർക്കമില്ലാത്ത കാര്യമാണ്. ആളുകൾക്ക് ആനുകൂല്യം കൊടുക്കുന്നത് കൊണ്ടോ അവരെ ദാരിദ്ര്യം മാറ്റുന്നത് കൊണ്ടോ സർക്കാർ എടുക്കുന്ന നിലപാട് ഞങ്ങൾ ആരും വിമർശിച്ചിട്ടില്ല. പക്ഷേ ഈ കണക്കിനെ കുറിച്ചുള്ള ചോദ്യമാണ്. അപ്പോൾ 5 ലക്ഷത്തിൽ നിന്ന് സ്വാഭാവിക 64,000 ആൾ വരുമ്പോൾ ബാക്കിയുള്ള ആളുകൾക്ക് ഈ പറയുന്നത് പോലെ ആരോഗ്യരംഗത്ത് അവർക്ക് വീട്, അതോടൊപ്പം തന്നെ ഭക്ഷണം, അതോടൊപ്പം തന്നെ മറ്റ് ആനുകൂല്യങ്ങൾ, ചികിത്സാ സംവിധാനം ഒക്കെ കിട്ടിയിട്ടുണ്ടോ? അവരൊക്കെ തന്നെ ഈ അതിദാരിദ്ര്യത്തിന് മുകളിലേക്ക് മാറിയിട്ടുണ്ടോ എന്ന ചോദ്യത്തിന് ഇവർ ഉത്തരം പറഞ്ഞിട്ടില്ല. അത് തന്നെയാണ് ഞങ്ങളുടെ വിഷയം. ഈ പറയുന്ന ഈ കാർഡ്, AI കാർഡ് വാങ്ങുന്ന ഇത്തരം ആളുകളെ ഏത് രൂപത്തിലാണ് ഇവർ സ്ക്രൂട്ടിനി ചെയ്തത്, എന്നിട്ട് എങ്ങനെയാണ് തിരിച്ചെടുത്തത് എന്നതിനെ കുറിച്ച് സ്വാഭാവികമായി ചോദ്യം വരുമല്ലോ. ആ മാനദണ്ഡത്തിന്റെ അടിസ്ഥാനത്തിലാണ് ആളുകളെ തീരുമാനിച്ചത് എന്നത് പബ്ലിക് ഡോക്യുമെന്റ് ആണ്. നിങ്ങൾക്ക് എടുത്ത് വായിച്ചു നോക്കൂടെ? ദരിദ്രരാരാണ്, അതിദരിദ്രരാരാണ്, അതിദരിദ്രരെ കണ്ടെത്തിയത് എങ്ങനെയാണ്? ഇപ്പോൾ ഒരു വീട്ടിലുള്ള ആളുകൾ, ജോലിക്ക് പോകാൻ കഴിയാത്ത ആളുകൾ, എന്നുവെച്ചാൽ ശാരീരിക പ്രയാസമുള്ളവർ, അല്ലെങ്കിൽ താൻ മാറി നിന്നാൽ വീട്ടിൽ പ്രശ്നമുണ്ടാകും, ആരോഗ്യ പ്രശ്നം ഉണ്ടാകും തരത്തിൽ വയ്യാതെ കിടക്കുന്ന ആളുകളുണ്ട് എന്നുകൊണ്ട് ജോലിക്ക് പോകാൻ കഴിയാത്തവർ, പ്രോപ്പറായിട്ട് ഫുഡ് ഉണ്ടാക്കാൻ സമാഹരിക്കാൻ കഴിയാത്തവർ, അങ്ങനെ അതിദരിദ്രർ ആരാണ്
എന്ന കാര്യത്തിൽ സർക്കാർ ഒരു ക്രൈറ്റീരിയ ഉണ്ടാക്കി, ആ ക്രൈറ്റീരിയ പ്രസിദ്ധപ്പെടുത്തി, ആ ക്രൈറ്റീരിയന്മേൽ താഴെത്തട്ടിലെ ഉദ്യോഗസ്ഥരെയും വാർഡ് തല പ്രതിനിധികളെയും പഠിപ്പിച്ച് അവരെ കൊണ്ട് കണ്ടെത്തിയിട്ടാണ് ഈ പരിപാടി നടപ്പിലാക്കിയിട്ടുള്ളത്. എന്ന് വെച്ചാൽ ഈ സംസ്ഥാനത്തെ മുഴുവൻ ജനപ്രതിനിധികളടക്കമുള്ളവർ, തട്ടിലുള്ള ജനപ്രതിനിധികൾ ഈ പ്രോസസ് എന്താണെന്ന് മനസ്സിലാക്കുകയും ആ ക്രൈറ്റീരിയ വെച്ച് ആളുകളെ കണ്ടെത്തി സർക്കാരിലേക്ക് റിപ്പോർട്ട് കൊടുക്കുകയും അങ്ങനെ സർക്കാർ ഒരു ഫൈനൽ റിപ്പോർട്ടും ഫൈനൽ കണക്കും ഉണ്ടാക്കുകയും ചെയ്തിട്ടുള്ളതാണ്. അതിൻ്റെ ടോട്ടൽ പ്രോസസ്സ് നിങ്ങളുടെ മുമ്പിൽ അവൈലബിൾ ആയിരിക്കെ എന്ത് തരം മാനദണ്ഡം നിങ്ങൾ വെറുതെ ചോദിച്ചാൽ മതിയോ? അല്ലല്ലോ, ഞങ്ങൾ വെറുതെ ചോദിക്കുന്നതല്ലോ. പിന്നെ ഈ പറയുന്ന ഈ പരമദരിദ്രർ ആരാ? ഈ പരമദരിദ്രർ എന്ന് കണ്ടെത്തുമ്പോൾ സ്വാഭാവികമായി ഈ പറയുന്ന ഈ 64,000 ആളുകൾക്ക് അപ്പുറത്തേക്ക് ഈ കേരളത്തിൽ ഇതുപോലെ ദുരിതം അനുഭവിക്കുന്ന ആളുകളില്ലേ എന്ന ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. നിങ്ങളെ മാധ്യമങ്ങൾ തന്നെ ഇന്ന് ഒരുപാട് റിപ്പോർട്ട് കൊണ്ട് സർക്കാർ പറഞ്ഞ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. ആ ക്രൈറ്റീരിയയിലുള്ള ആളുകൾ സർക്കാരിനാൽ അഡ്രസ് ചെയ്യപ്പെടാത്ത മനുഷ്യരുണ്ടെങ്കിൽ അവരെ മുന്നിൽ വെക്കേ എന്നിട്ട് നിങ്ങൾ പറയണം സർക്കാർ അതിദരിദ്രരെ തീരുമാനിച്ചിട്ടുള്ളത് സർക്കാരിന്റെ ക്രൈറ്റീരിയ വെച്ചിട്ടാണ്. അല്ല, പാവപ്പെട്ടവർ ഒരുപാടുണ്ട് കേരളത്തിൽ, അത് ഗവൺമെന്റ് സമ്മതിക്കുന്ന കാര്യമാണ്. റിജിൽ പാവപ്പെട്ടവർ ഒരുപാട് കേരളത്തിലുണ്ട്, സർക്കാർ സമ്മതിക്കുന്നുണ്ട്. എന്ന് വെച്ചാൽ വളരെ ബുദ്ധിമുട്ട് ജീവിച്ചു പോകുന്നവർ, ജീവിതത്തിലെ അടിസ്ഥാന കാര്യങ്ങൾക്കല്ലാതെ മറ്റൊന്നിനു വേണ്ടി പണം മാറ്റിവെക്കാനില്ലാത്തവർ, ദരിദ്രരെ സർക്കാർ കണക്കാക്കുന്നത് അങ്ങനെയാണ്. അവർക്ക് ജീവിക്കാൻ മാത്രമേ കഴിയുന്നുള്ളൂ. പക്ഷെ അതിനേക്കാൾ ദരിദ്രരുണ്ട്, അതിദരിദ്രർ. അവർക്ക് ജീവിക്കാനുള്ള വക, ഭക്ഷണത്തിനുള്ള വക സമാഹരിക്കാൻ കഴിയാത്ത മനുഷ്യർ, വീടില്ലാത്തവർ, വിലാസമില്ലാത്തവർ, അതിനാണ് അതിദരിദ്രർ എന്ന് പറയുന്നത്. അങ്ങനെയാണ് ഈ പറയുന്ന പട്ടിക ഉണ്ടാക്കിയിരിക്കുന്നത്. ആ ക്രൈറ്റീരിയയിൽ ആയിരുന്നിട്ട് കൂടി ഗവൺമെന്റ് പരിഗണിക്കാത്തവരുണ്ടെങ്കിൽ ആ പ്രോസസ് പരാജയപ്പെട്ടു നിങ്ങൾ വിചാരിക്കുന്നില്ല, അവരെ മുന്നിൽ വെച്ചിട്ട് പറ. അല്ലാതെ നിങ്ങൾ കാടടച്ച് വെടിവെക്കരുത്. കാടടച്ചല്ല വെടിവെക്കുന്നത്. ഈ ഒരു പ്രഖ്യാപനത്തിന് ശേഷം കേരളത്തിലെ പല മാധ്യമങ്ങളും ഈ ലിസ്റ്റിൽപ്പെടാത്ത ഒരുപാട് ആളുകളുടെ കണക്ക് പുറത്തുവിട്ടിട്ടുണ്ട്. ഓരോ ആള് ജീവിത രേഖ ഇന്ന് പുറത്തുവിട്ടിട്ടുണ്ട്. സ്വാഭാവികമായും ആ പറയുന്ന ആളുകൾ അവിടെ മുനിസിപ്പാലിറ്റിയിലെ, അവിടെ പഞ്ചായത്തിലെ, അവിടെ കൗൺസിലർമാരിലെ, അവിടെ മെമ്പർമാരിലെ, ഈ മെമ്പർമാരുടെ കണക്കിലൊന്നും ഇവർ പെട്ടിട്ടില്ലേ? ഇവരുടെ ഈ പ്രത്യേക തരത്തിലുള്ള അന്വേഷണാത്മകമായ രൂപത്തിലുള്ള ദരിദ്രന്മാരെ കണ്ടെത്തുന്ന ലിസ്റ്റിനകത്ത് എന്തുകൊണ്ടാണ് ഈ നിങ്ങൾ പോലും പല മാധ്യമങ്ങൾ ഇന്ന് കൊണ്ടുവന്ന ആളുകൾ പെടാത്തത്? എന്തുകൊണ്ടാണ് പെടാത്തത്? ഈ പറയുന്ന ആദിവാസി മേഖലകളിൽ വിവരമെടുത്ത കണക്കിനനുസരിച്ച് ഈ പറയുന്ന ആളുകൾ മാത്രമാണോ ഈ പറയുന്ന അതിദാരിദ്ര്യ പട്ടികയിലുള്ളത്? ആ ആളുകൾക്ക് അപ്പുറത്തേക്കുള്ള ആളുകളില്ലേ? നിങ്ങളുടെ മാധ്യമ പ്രവർത്തകന്മാർ നിങ്ങളൊന്ന് അന്വേഷിച്ച് നോക്കൂ. നിങ്ങൾ പറയുന്ന ഭക്ഷണം കൊടുത്തു, നിങ്ങൾ പറയുന്ന പാർപ്പിടം കൊടുത്തു, നിങ്ങൾ പറയുന്ന മറ്റു കാര്യങ്ങൾ കൊടുത്തു എന്ന് പറയുന്ന ആളുകൾ, അത് കിട്ടാത്ത അതിനേക്കാളും പ്രയാസപ്പെടുന്ന ആളുകൾ ഇല്ലേ? അവരെയൊക്കെ മാറ്റിയോ? അപ്പൊ അതാണ് ഞങ്ങളുടെ ചോദ്യതാണ്. 5 ലക്ഷത്തോളം വരുന്ന ഈ പറയുന്ന പരമദരിദ്രർ, പരമമായ ദരിദ്രം അനുഭവിക്കുന്നവരിൽ നിന്ന് അതിദരിദ്രരെ കണ്ടെത്തുമ്പോൾ മറ്റുള്ള ആളുകൾക്ക് ഈ ആനുകൂല്യങ്ങൾ കിട്ടിയിട്ടുണ്ടോ എന്നുള്ള ചോദ്യമാണ് നമ്മൾ ചോദിക്കുന്നത്. സ്വാഭാവികമായി ചോദിക്കാൻ പറ്റില്ലേ? ഈ പറയുന്ന കണക്ക് പുറത്തുവിട്ടത് പ്രതിപക്ഷമല്ലല്ലോ. ഈ കണക്ക് നിയമസഭയിൽ പറഞ്ഞത് കേരളത്തിന്റെ ഇടതുപക്ഷത്തിന്റെ മന്ത്രി തന്നെയല്ലേ, ഭക്ഷ്യവകുപ്പ് മന്ത്രിയല്ലേ, GR അനിലല്ലേ പറഞ്ഞത്. ആ കണക്ക് വെച്ചിട്ടല്ലേ ഞങ്ങൾ ചോദിക്കുന്നത്. ഞാൻ ചോദിക്കുന്നത് ഈ അതിദരിദ്രരെ കണ്ടെത്താനുള്ള പ്രോസസ് എന്ന് വെച്ചാൽ താഴെ തട്ടിലടക്കം ഉദ്യോഗസ്ഥരുടെ പങ്കാളിത്തം, ജനപ്രതിനിധികളുടെ പങ്കാളിത്തം, ഞാൻ പറഞ്ഞ വാർഡ് മെമ്പർമാരുടെ അടക്കം പങ്കാളിത്തം മുൻനിർത്തിക്കൊണ്ടാണ് ഈ പരിപാടി ആസൂത്രണം ചെയ്യുകയും നടപ്പിലാക്കുകയും ചെയ്തിട്ടുള്ളത്. ഗവൺമെന്റ് മുമ്പിൽ വലിയൊരു പട്ടിക വന്നു. അവസാനം കംപ്ലീറ്റ് സ്ക്രൂട്ടിനി കഴിയുമ്പോൾ അതിനകത്ത് 64,000 പേരാണ് ബാക്കി വന്നതെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്ന കാര്യം. അതിലിപ്പോൾ ഞങ്ങളുടെ നാട്ടിലൊരു അതിദരിദ്രനുണ്ട്, എല്ലാ ക്രൈറ്റീരിയയും മാച്ച് ചെയ്യുന്ന ആൾ, പക്ഷെ അയാളെ ചേർത്തില്ല എന്ന മട്ടിലുള്ള പരാതി തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്ന് വരുന്നില്ലല്ലോ. എന്തുകൊണ്ട് വരുന്നില്ല? നിങ്ങൾ നോക്കൂ, ഇന്ന് എത്ര പരാതി വന്നിട്ടുണ്ട്. ഇന്ന് പ്രധാനപ്പെട്ട ഒരു മാധ്യമം ഇന്ന് പുറത്തുവിട്ട ഒരു കാസർഗോഡുള്ള ഒരു വിഷയത്തിൽ ഒരു കുടുംബത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ കുറിച്ച് ഇന്നൊരു മാധ്യമം റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടല്ലോ. നിങ്ങളൊന്ന് പരിശോധിക്ക്. ഞങ്ങൾ പരിശോധിക്കുന്നുണ്ട്, സ്വാഭാവികം ഞങ്ങളിത് കണക്കെടുക്കുന്നുണ്ട്. ഞങ്ങൾ ഈ കണക്ക് പൊളിക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. ഇത് കള്ളക്കണക്കാണെന്നും തെരഞ്ഞെടുപ്പിന് മുമ്പ് കേരളത്തിൽ ഈ കള്ളക്കണക്ക് പൊളിക്കാനാണ് തീരുമാനിച്ചിട്ടുള്ളത് കോൺഗ്രസ് അല്ലെങ്കിൽ പ്രതിപക്ഷം എന്നാണ് പി.കെ. ഗോപൻ CPI നേതാവിനോടൊപ്പം. പി.കെ. ഗോപൻ ഈ 64,000-ലേക്ക് ചുരുക്കിയത് നിഷാദെ, ഞാൻ അവസാനിപ്പിക്കാം. അവസാനിപ്പിക്കട്ടെ. ഇതിന്റെ കണക്കുകൾ ഞങ്ങൾ ശേഖരിക്കുന്നുണ്ട്. ഇവരുണ്ടാക്കിയ മാനദണ്ഡത്തിന് അപ്പുറത്തേക്കുള്ള മാനദണ്ഡം വെച്ചുള്ള കണക്ക് UDF ശേഖരിക്കുന്നുണ്ട്. ഞങ്ങൾ വെളിപ്പെടുത്തും. ഈ കുടുംബങ്ങളെ ഞങ്ങൾ അണിനിരത്തും. ഈ തട്ടിപ്പാണെന്നും ഇത് വളരെ കൃത്യമായ രാഷ്ട്രീയ നാടകമാണെന്നും ബോധ്യപ്പെടുത്തുന്ന രൂപത്തിലേക്ക് തെളിവുകൾ ഞങ്ങൾ പുറത്തു കൊണ്ടുവരും. അന്നേരം നിങ്ങൾ ചോദിക്കണം, ഈ ചോദ്യം ഇടതുപക്ഷത്തോട് ചോദിക്കണം, ഈ ആളില്ലേ എന്നുള്ളത്. അത് ഞങ്ങൾ സ്ക്രൂട്ടിനി ചെയ്യാണ്. ഞങ്ങൾക്ക് ഇതുവരെ ഇതിന്റെ കാര്യങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾ പഠിച്ചിരുന്നു. അതിന്റെ കാര്യങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നു. നാളുകൾ നിങ്ങൾ നോക്കിക്കോ. ഇതുമായി ബന്ധപ്പെട്ട പല കാര്യങ്ങളെ കുറിച്ചുള്ള കൃത്യമായ രേഖകൾ, കൃത്യമായ ആളുകളെ വിവരങ്ങൾ, കൃത്യ ഡേറ്റകൾ ഞങ്ങൾ പുറത്തുവിടും. ഒരു തർക്കവും നിങ്ങൾക്ക് വേണ്ട. അതുകൊണ്ട് ഞങ്ങൾ ജലരേഖ ഈ പറയുന്നതല്ല, കൈരേഖ നോക്കി പറയുന്നതല്ല, കാര്യങ്ങൾ പഠിച്ചും കണ്ട് തന്നെയാണ് പ്രതിപക്ഷ നേതാവും UDF ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ട നിലപാടെടുത്തത്.
അല്ലാതെ ആളുകളെ ഗോപൻ അതായത് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിന് മുൻപ് ശ്രീ പി കെ ഗോപൻ തെരഞ്ഞെടുപ്പിന് മുൻപ് നിങ്ങൾക്ക് അതിദാരിദ്ര്യമുക്തി സംസ്ഥാനം എന്ന് പ്രഖ്യാപിക്കണമായിരുന്നു. വലിയ ശബ്ദത്തോടെയുള്ള പ്രഖ്യാപനം, മമ്മൂട്ടിയെ പോലുള്ള ആൾക്കാർ വന്ന് താരതമ്യമായ പ്രഖ്യാപനം, 1.5 കോടി ആ പ്രഖ്യാപനത്തിന് മാത്രമായി വകയിരുത്തിയല്ലോ. അപ്പോൾ നിങ്ങൾക്ക് ആ പ്രഖ്യാപനം വേഗത്തിലാക്കണം, പഞ്ചായത്ത് ഇലക്ഷന് മുമ്പേ പ്രഖ്യാപിക്കണം. അപ്പോൾ ഒരുപാട് നമ്പർ ഓഫ് ആളുകൾ വന്നാൽ അവരെ എല്ലാം ദാരിദ്ര്യത്തിൽ നിന്ന് മുക്തരാക്കി പ്രഖ്യാപിക്കാൻ കഴിയില്ല. അപ്പോൾ വന്ന പട്ടിക പാതിയായി വെട്ടി വെറും 60,000 സംതിങ് ആക്കി അവരുടെ പ്രശ്നങ്ങൾ സെറ്റിൽ ചെയ്ത് അത്രയേ ഉള്ളൂ അതിദരിദ്രരെന്ന് തീരുമാനിച്ച് നിങ്ങൾ രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടി കണക്ക് വെട്ടി കുറച്ച് പേരെ സഹായിച്ച് നിങ്ങളൊരു ഗിമ്മിക്ക് എടുക്കുകയാണ് എന്നാണ് ആക്ഷേപം. എന്നിട്ട് പറയുന്നു നിങ്ങളുടെ ഈ കണക്ക് പൊളിക്കാൻ പോവുകയാണ്, ഈ ആനുകൂല്യത്തിന് പുറത്തു നിൽക്കുന്ന ഹതാശരായ മനുഷ്യരെ കൊണ്ടുവരാൻ പോവുകയാണെന്ന്. അജിംസെ, ഇത് പ്രഖ്യാപിക്കാതെ ഈ പ്രവൃത്തി നടന്നു പോയെങ്കിൽ ഇവർക്കാർക്കും അസ്വസ്ഥത ഉണ്ടാവത്തില്ലായിരുന്നു. നിങ്ങളീ പറഞ്ഞത് പഞ്ചായത്ത് ഇലക്ഷൻ എന്നുള്ളതല്ല, നവംബർ 1 എന്നുള്ളതാണ് പ്രത്യേകത. ഇതിന് 5 വർഷത്തെ അധ്വാനം വേണ്ടി വന്നു. 2021 തുടങ്ങിയതാണ്. ഈ 5 വർഷത്തിനുള്ളിലാണ് ഇതിൻ്റെ സർവേ പൂർത്തിയാക്കിയതും ഇത് സംബന്ധിച്ച നിലപാടെടുത്തതും അതിദാരിദ്ര്യത്തിൻ്റെ പ്രത്യേക അവസ്ഥകളെ, ഓരോ വിഭാഗത്തിനും ഓരോ അവസ്ഥകളാണ്. ചിലർക്ക് ഭക്ഷണം കൊടുക്കേണ്ടി വരുന്നുണ്ട്, ചിലർക്ക് പാചകം ചെയ്ത ഭക്ഷണം കൊടുക്കേണ്ടി വരുന്നുണ്ട്, ചിലർക്ക് കിടപ്പ് രോഗികൾക്ക് പ്രത്യേക ചികിത്സാ സമ്പ്രദായം കൊടുക്കേണ്ടി വരുന്നുണ്ട്, ചിലർക്ക് വീട് കൊടുക്കേണ്ടി വന്നു, വീടും വസ്തുവും കൂടെ തന്നെ 10,000 പേർക്ക് കൊടുക്കേണ്ടി വന്നു. അങ്ങനെ വ്യത്യസ്തമായ ഓരോ കുടുംബത്തെയും ഓരോ യൂണിറ്റായിട്ട് പരിഗണിച്ച് നടത്തിയ 4 വർഷക്കാലത്തെ തുടർച്ചയായ പ്രവർത്തനമാണ്. അപ്പോൾ ഇതിങ്ങനെ അങ്ങ് ഒടുങ്ങിപ്പോയെങ്കിൽ ഇവർക്ക് പരാതിയില്ലായിരുന്നു. പക്ഷേ പ്രഖ്യാപിച്ചപ്പോഴാണ് അതിൽ മമ്മൂട്ടി വരുന്നു, അല്ലെങ്കിൽ പ്രസിദ്ധ സിനിമാ നടന്മാരുടെ ഒരു വരവ് പ്രതീക്ഷിക്കുന്നു, തിരുവനന്തപുരത്ത് വലിയ ആൾക്കൂട്ടം വരുന്നു, മാധ്യമങ്ങളുടെ ശ്രദ്ധ വരുന്നു. അപ്പോൾ പ്രതിപക്ഷത്തിന് സ്വാഭാവികമായിട്ട് കാലിളകും. നമ്മൾ അവരെ വെറുതെ കുറ്റപ്പെടുത്തണ്ട. കാരണം അവർക്ക് സ്വപ്നം കാണാൻ കഴിയാത്ത ഒരു പദ്ധതിയുടെ പ്രഖ്യാപനമാണ്. അവർ എല്ലാ കാലത്തും ഇതിനെ എതിർത്തിട്ടേ ഉള്ളൂ. അവരുടെ പ്രത്യയശാസ്ത്രം ഇതിനെതിരാണ്. ഉദാഹരണത്തിന് ശ്രീ അജിംസ് ഉൾപ്പെടെയുള്ള മാധ്യമപ്രവർത്തകർക്ക് റിസർച്ചിന് പറ്റിയൊരു ശ്ലോകം ഞാൻ പറയാം. കേരളത്തിൽ എല്ലാവർക്കും അറിയാവുന്നതാണ്. 1959 വിമോചന സമരം നടന്നപ്പോൾ വിളിച്ച മുദ്രാവാക്യം നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ? ആ മുദ്രാവാക്യം ചർച്ച ചെയ്യാൻ പറ്റുമോ? ഇപ്പോൾ പാളയിൽ കഞ്ഞി കുടിപ്പിക്കും, തമ്പുരാൻ എന്ന് വിളിപ്പിക്കും. കോൺഗ്രസിൻ്റെ മുദ്രാവാക്യമായത്, അല്ലാതെ ഒരു സമുദായ സംഘടനയോ ഒരു ഉയർന്ന സമുദായത്തിൽപ്പെട്ട കുടുംബം എന്താണ് കുലീനത, കുടുംബസ്ത്രീ എന്നൊക്കെ പറയുന്ന രീതിപ്പെട്ടവർ വിളിച്ച മുദ്രാവാക്യമല്ല, ഒരു ദേശീയ പ്രസ്ഥാനം വിളിച്ച മുദ്രാവാക്യമാണ്. നിങ്ങളെ ഞങ്ങൾ പാളയെ കഞ്ഞി കുടിപ്പിക്കുമെന്ന്. അതായത് ഈ കേരളത്തിലുള്ള ആളുകളെ ഭരണപരമായ ദേഷ്യം കൊണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഭരിക്കുന്നത് കൊണ്ട് നിങ്ങൾക്ക് അഹങ്കാരം കൂടുതലാണ്. അതുകൊണ്ട് നിങ്ങളെ ഈ ദരിദ്രരായ മനുഷ്യരെ ഞങ്ങൾ പാളയിൽ തന്നെ കഞ്ഞി കുടിപ്പിക്കും. പാളയിൽ കഞ്ഞി കുടിപ്പിക്കുന്നതിനെതിരായിട്ടാണല്ലോ ജന്മിത്വത്തിനെതിരായിട്ട് ഇവിടെ പ്രക്ഷോഭം നടക്കുകയും കമ്മ്യൂണിസ്റ്റ് പാർട്ടി മെച്ചപ്പെട്ടു വരികയൊക്കെ ചെയ്തത്. അതുകൊണ്ട് പാളയെ കഞ്ഞി കുടിപ്പിക്കുമെന്ന് മുദ്രാവാക്യം വിളിച്ചവർ ഇപ്പം ഇത് പറയുന്നതിൽ എന്താ തെറ്റ്? ഇവരുടെ പത്രമാണ്, UDFൻ്റെ മുഖപത്രമാണ് മലയാള മനോരമ. ഇവർ പറഞ്ഞത് ഇപ്പം ഈ കണക്ക് പ്രസിദ്ധീകരിച്ചെന്നല്ലേ, 2022 മാർച്ച് മാസം 14 പത്രത്തിൻ്റെ എല്ലാം ഞാൻ വായിക്കുന്നില്ല. ആ പത്രം എന്ന് പറഞ്ഞാൽ 3 വർഷത്തിന് മുമ്പ് UDFൻ്റെ മുഖപത്രമായ കുപ്രസിദ്ധ മാർക്സിസ്റ്റ് വിരുദ്ധ ജിഹുവയായിട്ടുള്ള മലയാള മനോരമ ഈ സർവേ റിപ്പോർട്ട് മൊത്തം പുറത്തു വിട്ടു. ഞാൻ ബഹുമാനപ്പെട്ട കോൺഗ്രസ് സുഹൃത്തിന് സ്വന്തം പത്രമാണല്ലോ, അതിൻ്റെ വെറും കണക്ക് മാത്രം ഞാൻ വായിക്കുക. ആ കണക്കെല്ലാം പുറത്തു വന്നതാണ്. അതീവ ദരിദ്രരെ കണ്ടെത്തിയത് ഇങ്ങനെ, ഫോക്കസ് ഗ്രൂപ്പ് ചർച്ചയിലൂടെ കണ്ടെത്തിയ അതീവ ദരിദ്ര, അതാർക്കും വേണ്ടല്ലോ ഇതിലെ നിങ്ങൾ അത് ഇറങ്ങുന്നുണ്ടോ അങ്ങനെ ഒരു പത്രം? ഇറങ്ങുന്നല്ലോ, എനിക്ക് സന്തോഷമുള്ളൂ. അതീവ ദരിദ്ര, ഞാനിതുകൊണ്ട് കോൺഗ്രസിന്റെ ആളുകളെ വീട്ടിൽ ഭീഷണിപ്പെടുത്തി വാങ്ങി വായിക്കാതെ ഒരു കാര്യം അദ്ദേഹം സംസാരിക്കട്ടെ. ദേശാഭിമാനി പത്രം അല്ല, പി കെ ഗോപൻ അവരുടെ പത്രത്തെ ആക്ഷേപിക്കണ്ട, അതിപ്പോ ആരും വായിക്കുന്നുണ്ടോ ഇറങ്ങുന്നുണ്ടോ എന്നൊക്കെ ചോദിക്കുന്നതിൽ ഒരു പ്രശ്നമുണ്ട്. ചോദിക്കണ്ട. പിന്നെ കേരളത്തിൽ പ്രവർത്തിക്കുന്ന മാധ്യമ സ്ഥാപനങ്ങൾ നിങ്ങളുടെ സംസാരിക്കട്ടെ, ഞാൻ നിർത്തി. കള്ളത്തരം മാത്രം ദേശാഭിമാനിയാണോ?
ശരി ശരി അല്ല 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 പി കെ ഗോപൻ അവരുടെ പത്രമാണല്ലോ, അതൊരു മാധ്യമ സ്ഥാപനമാണ്. നേരത്തെ 2 കോടി വാങ്ങിയ പത്രമാണ് നിങ്ങൾ. പത്രമാണ് ആ പത്രമല്ല വീക്ഷണം. ശരി 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 അല്ല പി കെ ഗോപൻ ആ വീക്ഷണത്തോടുള്ള വിമർശനം, വീക്ഷണത്തോടുള്ള വിമർശനത്തിൽ അദ്ദേഹത്തിന്റെ പ്രതിഷേധത്തെ രേഖപ്പെടുത്തുകയാണ്. എനിക്ക് തോന്നുന്നു അത് വാല്യൂ ചെയ്യണമെന്ന് തോന്നുന്നു. താങ്കൾ അത് തുടരാം. ഇല്ല നിഷാദെ, ഇങ്ങനെ ഈ ചർച്ചയുടെ തുടക്കത്തിൽ എനിക്ക് താല്പര്യമില്ല. കാരണം സാധാരണഗതിയിൽ ചർച്ചയുടെ ഒരു ഘട്ടം കഴിയുമ്പോഴാണ് ചില ഇടപെടൽ വരുന്നത്. ഇത് അദ്ദേഹം വളരെ വിശാലമായിട്ട് ആവേശം കൊണ്ട് സംസാരിച്ചു. എനിക്ക് ദേഷ്യം വരുന്ന ഒരുപാട് കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞു. എനിക്ക് ദേഷ്യം വന്നില്ല, ഞാൻ ഇടപെട്ടില്ല. ഞാൻ പറയുമ്പോൾ അദ്ദേഹത്തിന് സഹിക്കാൻ പറ്റുന്നില്ല. അങ്ങനെ ഒരാളെ ഇരുത്തി എങ്ങനെ ഈ ചർച്ച മുമ്പോട്ട് പോകുന്നത്? വീക്ഷണം പത്രം ആരെങ്കിലും വായിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു എന്നുള്ളത് സത്യം തന്നെയാണ്. വീക്ഷണം പത്രത്തിന്റെ കോപ്പി എത്രയാണ്? കോൺഗ്രസ് പ്രവർത്തകർ വായിക്കുന്ന പത്രം വീക്ഷണമാണോ മലയാള മനോരമയാണോ? നിങ്ങൾ പരിശോധിച്ചാൽ മതി. ഞാൻ വീക്ഷണം പത്രത്തെ ഒന്നും കുറ്റപ്പെടുന്നില്ല. നിങ്ങൾ സഖാക്കള് വീക്ഷണം വായിക്കണം നമ്മൾ പറഞ്ഞില്ല. വീക്ഷണം വായിക്കോ താങ്കൾക്കാണോ കണക്ക് കിട്ടിയത്? താങ്കൾക്കറിയോ ആരൊക്കെ പത്രം വായിക്കുന്നുണ്ടെന്ന്? അതിന് ഞങ്ങളൊരു പത്രത്തെ ആക്ഷേപിക്കാൻ താങ്കൾക്ക് എന്ത് അധികാരം? ഈ ദേശാഭിമാനി നാട്ടിലെല്ലാവരും വായിക്കുന്നുണ്ടോ? കള്ളം മാത്രം എഴുതുന്ന പത്രമല്ലേ ദേശാഭിമാനി? ശരി 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 അല്ല, അങ്ങോട്ടും ഇങ്ങോട്ടും കഴിഞ്ഞു. ഇനി താങ്കൾ ഗോപൻ താങ്കളുടെ പോയിന്റ് പൂർത്തിയാക്കാം. അങ്ങോട്ടും ഇങ്ങോട്ടൊന്നും കഴിയത്തില്ല നിഷാദെ. ഇയാളെന്നൊക്കെ വിളിച്ചൊരു ചർച്ചയെ പങ്കെടുക്കാൻ റിജിന്റെ വീട്ടുവേലക്കാരനാണോ? നമ്മൾ കാര്യം പറയാം. ഇല്ല ഇല്ല പരിധി വിട്ട വഴക്ക് പറ്റില്ല കേട്ടോ. മര്യാദയ്ക്ക് വർത്താനം പറയുന്നവരെ കൊണ്ടിരുത്തണം. ഇല്ല ആ വക വഴക്കിന്റെ ഒക്കെ ഒരു കാലം കഴിഞ്ഞതല്ലേ. നമുക്ക് കാര്യം പറയാം. അല്ല, ഇയാളുടെ അടുത്ത പര്യായപദം ഇയാളെന്ന് പറയുന്നതിന്റെ അടുത്തത് തമ്പുരാൻ എന്നാണോ എൻ്റെ അർത്ഥം? ഒരു ചർച്ചയ്ക്ക് ഒരു പാനലിൽ ഇരിക്കുമ്പോൾ മര്യാദയ്ക്ക് വർത്താനം പറയാന്നുള്ളത് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടപ്പെടാത്ത കാര്യങ്ങൾ പറയുന്നത്. താങ്കളുടെ വിയോജിപ്പ് രേഖപ്പെടുത്തുന്നു. നമ്മൾ ഈ ചർച്ച അതിനെ മുഖവിലേക്ക് എടുക്കുന്നു. താങ്കളുടെ പോയിന്റ് തുടരും. അതെ, യെസ്. അപ്പം ഞാൻ പറഞ്ഞു വന്നത് UDF അദ്ദേഹത്തിന് എത്ര അസ്വസ്ഥതയുണ്ടെങ്കിലും ഞാൻ ആ വാക്ക് പിൻവലിക്കില്ല. UDF മുഖപത്രമായ മലയാള മനോരമ 2022 മാർച്ച് 14 2021 തുടങ്ങിയ സർവേയുടെ കണക്കുകൾ പുറത്തുവിട്ടു. ആ റിപ്പോർട്ട് ഒരു പ്രത്യേകിച്ച് ഏതെങ്കിലും ഗവൺമെൻറ്റിനെ കുറ്റപ്പെടുത്തുകയോ ഗവൺമെൻറ്റിനെ സപ്പോർട്ട് ചെയ്ത ഒരു റിപ്പോർട്ടല്ല. അവരാ വസ്തുത, അതിൻ്റെ ടൈറ്റിൽ എന്താണെന്നറിയോ? ഭക്ഷണമില്ലാതെ 1735 ദരിദ്ര കുടുംബങ്ങളെന്നാണ് അതിൻ്റെ ടൈറ്റിൽ. എന്ന് പറഞ്ഞാൽ ഓരോ കാറ്റഗറിയിൽപ്പെട്ടതിൽ ഒരു ഇമ്പോർട്ടൻ്റായ പോയിൻ്റ് അവരെടുത്ത് ടൈറ്റിലായിട്ട് കൊടുത്തു, പത്രത്തിൻ്റെ ഒരു രീതി അനുസരിച്ച്. എന്നിട്ട് അവരതിൻ്റെ സബ്ഹെഡിങ് കൊടുത്തിരിക്കുന്നു. നോക്കൂ, അതീവ ദരിദ്രർ ഏറെ മലപ്പുറത്തും തിരുവനന്തപുരത്തും, കുറവ് കോട്ടയത്ത്. ഇത് സബ് ടൈറ്റിലാണ്. എന്നിട്ട് ഇതിൽ കൊടുത്തിരിക്കുകയാണ്, ഫോക്കസ് ഗ്രൂപ്പ് ചർച്ചയിലൂടെ കണ്ടെത്തിയ അതീവ ദരിദ്ര കുടുംബങ്ങൾ 1,18,326, സബ് കമ്മിറ്റി അംഗീകരിച്ചവ 87,158, പ്രീ എന്യൂമറേഷൻ നടത്തിയവ 87,158, സൂപ്പർ ചെക്ക് നടത്തിയവ 17,265, മുൻഗണനാ പട്ടികയിൽ ഉൾപ്പെട്ടവ 73,747, ഗ്രാമസഭ അംഗീകാരത്തിന് ശേഷം അന്തിമ പട്ടികയിൽ ഉൾപ്പെട്ടവ 64,006. ഇത് 2022 പ്രസിദ്ധീകരിച്ചതാണ്. ഈ പത്രം വായിക്കാത്ത ഒരു UDF നേതാവും കേരളത്തിലില്ല, മറ്റു മാധ്യമങ്ങളുമില്ല. ആരാണ് ഈ 3 വർഷമായി അസംബ്ലിയിൽ നടക്കുന്ന ചർച്ചയിൽ എപ്പോഴെങ്കിലും ഈ കണക്കിൻ്റെ ആധികാരികത ചോദ്യം ചെയ്തുകൊണ്ട് ഇവർ സംസാരിച്ചോ? സംസാരിച്ചിട്ടില്ലല്ലോ. ഈ കണക്ക് തെറ്റാന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇതിനകത്ത് ആരെങ്കിലും ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞിട്ടില്ലല്ലോ. ഇനി രണ്ടാമത്തെ കാര്യം, എറണാകുളം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ എറണാകുളം ജില്ലാ പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ്സാണ്. ഞാനും ഒരു ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റാണ്. എല്ലാ ജില്ലാ പഞ്ചായത്തിൻ്റെയും നേതൃത്വത്തിൽ, എല്ലാ മുനിസിപ്പാലിറ്റിയും കോർപ്പറേഷൻ ഗ്രാമപഞ്ചായത്തിൻ്റെ നേതൃത്വത്തിൽ നവംബർ മാസം 1 മുമ്പ് അതത് തദ്ദേശ സ്ഥാപനങ്ങൾ അതിദാരിദ്ര്യമുക്ത തദ്ദേശ സ്ഥാപനമായി പ്രഖ്യാപിച്ചു. അതിൽ കോൺഗ്രസിൻ്റെ വാർഡ് മെമ്പർമാരും കോൺഗ്രസ് കൗൺസിലേഴ്സും കോൺഗ്രസ് പ്രസിഡന്റുമാരും UDF മറ്റ് ബഹുമാനപ്പെട്ട ഘടകകക്ഷികളുടെ എല്ലാ സുഹൃത്തുക്കളും അതിലുണ്ടായിരുന്നു. അവരെല്ലാവരും ഇത് ആവേശത്തോടുകൂടി പ്രഖ്യാപിക്കുകയാണ്.
ഞാൻ തന്നെ എത്ര UDFന്റെ പഞ്ചായത്തിൽ പോയി ഈ അതിദാരിദ്ര്യ പ്രഖ്യാപനം നടത്തി, അതിദാരിദ്ര്യമുക്ത പ്രഖ്യാപനം നടത്തിയെന്നറിയാവോ? അവർക്ക് അതിനകത്ത് രാഷ്ട്രീയമില്ലായിരുന്നു. അവരുടെ പഞ്ചായത്ത് ദാരിദ്ര്യമുക്തമാക്കുന്നതിൽ ആ പാർട്ടി പങ്കുവഹിച്ചിട്ടുണ്ട് എന്ന അഭിമാനബോധത്തോടു കൂടിയാണ് അതിനെ അവർ കണ്ടത്. നമ്മുടെ പ്രതിപക്ഷം മൊത്തത്തിലെടുത്തു കഴിഞ്ഞപ്പോൾ ഇത് നവംബർ 1 ഇങ്ങനെ പ്രഖ്യാപിക്കുമ്പോൾ അവർക്ക് സഹിക്കാനേ പറ്റാത്ത ഒരു പ്രത്യയശാസ്ത്ര ബന്ധനത്തിലാണ് അവർ കിടക്കുന്നത്. പിന്നെ അദ്ദേഹം ഇവിടെ സൂചിപ്പിച്ച് ഇത് ഞങ്ങൾ കണക്ക് പൊളിച്ചെടുക്കുമെന്ന്. ഈ കണക്ക് എന്തുകൊണ്ടാണ് 3 കൊല്ലമായിട്ട് നിങ്ങൾ പൊളിച്ചെടുക്കാത്തതെന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. അതുപോലെ തന്നെ ഈ കണക്ക് എങ്ങനെ കണ്ടെത്തി എന്നുള്ളത് വളരെ കൃത്യമായി ഇതിലൂടെ എല്ലാം വ്യക്തമാക്കിയിട്ടുണ്ട്. ഈ കണക്ക് തയ്യാറാക്കുന്നതിന് 5 ലക്ഷത്തോളം സന്നദ്ധ പ്രവർത്തകരെ ഗവൺമെൻറ് അണിനിരത്തിയിട്ടുണ്ട്. ഇനി മനോരമയിൽ വന്ന ഈ കണക്ക് മാത്രമല്ല സുഹൃത്തെ, 2022 തന്നെ ആദ്യ മാസങ്ങളിൽ കില ഒരു 57 പേജുള്ള ഇതിൻ്റെ പ്രോസസ്സിംഗ് റിപ്പോർട്ട് പ്രസിദ്ധീകരിച്ചിരുന്നു. അതായത് എങ്ങനെയാണ് അതിദരിദ്രരെ കണ്ടുപിടിക്കുക എന്നുള്ളത് പ്രഖ്യാപിച്ചിരുന്നു. ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണത്? അന്നത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഉയർന്ന ഉദ്യോഗസ്ഥരുടെ ആശംസാ പ്രസംഗം, മുഖ്യമന്ത്രിയുടെ ആശംസാ പ്രസംഗം, തദ്ദേശ മന്ത്രിയുടെ ആശംസാ പ്രസംഗം, കില ഡയറക്ടർ ജോയി ഇളമൺ സാറിൻ്റെ ആശംസാ പ്രസംഗം, ഇതെല്ലാം കൂടെ വെച്ചിട്ട് അവർ എങ്ങനെയാണിത് കണ്ടെത്തിയത്? അതിൻ്റെ പ്രവർത്തനത്തിൽ പങ്കെടുത്തിരുന്ന ശ്രീമതി ശാരദാ മുരളീധരൻ IAS കഴിഞ്ഞ ദിവസങ്ങളിൽ ചില മാധ്യമങ്ങളിലൂടെ, ചില ഓൺലൈൻ മാധ്യമങ്ങളിലൂടെ അവരോട് ചോദിച്ചതിന് അവർ വ്യക്തമായി മറുപടി പറയുകയും ചെയ്തു. ഈ പ്രോസസ്സിങ്ങിലൂടെ ഞങ്ങൾ കണ്ടെത്തിയത് ദരിദ്രരെ അല്ല. ഇവിടെ ഒരു തർക്കം വന്ന വിഷയം അതാണ്. ദരിദ്ര സമൂഹത്തിൻ്റെ ദാരിദ്ര്യം ഇല്ലാതാക്കൽ ഞങ്ങളുടെ 2ാം ഘട്ടമാണ്. അതിലേക്ക് വരുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ പൊള്ളും, കാരണം അത് ഇച്ചിരൂടെ വലിയ നമ്പറാണ്. ഞങ്ങൾ ഇല്ലാതാക്കിയത് അതിദരിദ്രരെയാണ്. ഈ അതിദരിദ്രരിൽ നാളെ ഈ നമ്പർ സ്ഥിരതയുള്ള നമ്പരല്ല. ഈ 64,006 ഇപ്പം കണ്ടെത്തിയ കണക്കാണ്. അതിനുശേഷം ചിലത് ഇതിൽ നിന്ന് പുറത്തു പോകാം, ചിലപ്പോൾ കൂടി വരാം. അങ്ങനെ ഏതെങ്കിലും നിങ്ങൾ ഈ പുറത്ത് കൊണ്ടുവരുമെന്ന് പറഞ്ഞല്ലോ, സ്വാഗതം ചെയ്യുന്നു ശ്രീ റിജിൽ. ബഹുമാന്യനായ റിജിൽ, നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. എവിടെയാണോ UDFന് പോസിറ്റീവായിട്ട് ഇങ്ങനെ ഒരാളെ കണ്ടെത്തി കൊണ്ടുവരാൻ പറ്റുക, അതിദരിദ്രരെന്ന് കണ്ടെത്തിയ ആളുകളുടെ പ്രശ്നമാണ് പരിഹരിക്കാൻ ശ്രമിച്ചിട്ടുള്ളത്. അതിൽ തന്നെ 60,000-ലധികം ആളുകളെ ഷോർട്ട് ലിസ്റ്റ് ചെയ്ത് പരിഹാരം ഉണ്ടാക്കിയിരിക്കുന്നു. എന്ന് വെച്ചാൽ ഈ 60,000-ലധികം പേർ മാത്രമേ കേരളത്തിലുള്ളൂ എന്ന് സർക്കാരിന് നിർബന്ധ ബുദ്ധിയില്ല. അത് ചിലപ്പോൾ ഏറിയേക്കാം. ഇപ്പോൾ ദരിദ്രരുടെ പട്ടികയിലുള്ളവർ നാളെ അതിദരിദ്രരായി മാറിയേക്കാം. അപ്പോൾ അതും പരിഹരിക്കാൻ സർക്കാരിന് ബാധ്യതയുണ്ട്. എന്നു മാത്രവുമല്ല, നിങ്ങളേതെങ്കിലും കണക്കുമായി വന്നാൽ ആ കണക്കും ഏറ്റെടുക്കാൻ, അതിൽ പരിഹാരമുണ്ടാക്കാൻ സർക്കാരിന് തുറന്ന മനസ്സാണ് എന്ന് പോരെ? എന്നോടാണോ? റിജിൽ ഹലോ, ഞങ്ങൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ഇപ്പോൾ 64,006 ആളുകളെ കണ്ടെത്തി കേരളത്തെ അതിദരിദ്ര മുക്തിയിലേക്ക് കൊണ്ടുവന്നു എന്ന് പറഞ്ഞ ഇവർ ഈ പറഞ്ഞ കണക്കിനപ്പുറത്തേക്കുള്ള കണക്കുകൾ ഈ നാട്ടിലുണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ വസ്തുത. അപ്പോൾ അത് കൃത്യമായ രൂപത്തിലുള്ള ഒരു സുതാര്യമായ രൂപത്തിൽ എല്ലാവരെയും ഉൾക്കൊണ്ടുകൊണ്ട് നടത്തിയ കാര്യമല്ല എന്നുള്ളത് വളരെ കൃത്യമായതുകൊണ്ടാണ് ഈ വിഷയത്തിനകത്ത് രാഷ്ട്രീയ പ്രചരണത്തിന്റെ ഭാഗമാണെന്ന് ഞങ്ങൾ പറഞ്ഞത്. അപ്പോൾ ഇവരിപ്പോൾ പറയുന്നു നിങ്ങൾ കണ്ടെത്തും, ഞങ്ങൾ കണ്ടെത്തും. കാരണം അത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ആ ഉത്തരവാദിത്തം ഞങ്ങൾ നിറവേറ്റും. ഈ 64,000-നെക്കാളും വലിയ ആയിരക്കണക്കിന് ആളുകൾ പുറത്തു നിൽക്കുമ്പോൾ അവരെയൊക്കെ നിങ്ങൾ ഏത് മാനദണ്ഡത്തിലാണ് ഈ പറയുന്ന അതിദാരിദ്ര്യ പട്ടികയിൽ നിന്ന് മാറ്റിയത് എന്ന് കണ്ടെത്തേണ്ട ഉത്തരവാദിത്തം ഞങ്ങൾക്കുണ്ട്. ആ ഉത്തരവാദിത്തം ഞങ്ങൾ കാണും, തീർച്ചയായും കണ്ടെത്തും. അപ്പോൾ അത് ഈ നവംബർ 1 എന്ന് പറയുമ്പോൾ കേരളപ്പിറവി ദിനം കഴിഞ്ഞ ഒരു 10 വർഷത്തിന് ഒരുപാട് കഴിഞ്ഞു. ഈ നവംബർ 1 തദ്ദേശ സ്വയംഭരണ തെരഞ്ഞെടുപ്പാണ്. അതിനുശേഷം 2025 നിയമസഭാ തെരഞ്ഞെടുപ്പാണ്. അതിന്റെ കേളികൊട്ടിന് മുമ്പിൽ നിങ്ങൾ നടത്തുന്ന ഒരു രാഷ്ട്രീയ പ്രചരണമാണ് എന്ന് ഈ നാട്ടിലെ ജനങ്ങളോട് ബോധ്യപ്പെടുത്തുക എന്നുള്ളത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. അതുകൊണ്ടാണ് ഞങ്ങൾ പറഞ്ഞത് ഇത് രാഷ്ട്രീയമാണ്, അതിനുവേണ്ടി നിങ്ങൾ നടത്തുന്ന ക്യാമ്പയിനാണ്. ആ ക്യാമ്പയിനെ പൊളിക്കാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട്. അത് ഞങ്ങൾ പൊളിക്കും. നിങ്ങൾ കൊണ്ടുവന്ന പല കാര്യങ്ങളും അത് കള്ളമാണ് എന്ന് പൊളിച്ച പാർട്ടിയും മുന്നണിയാണ് UDF. അതുകൊണ്ട് ഇത് ജനങ്ങളുടെ മുമ്പിൽ ഈ വലിയ ഒരു സമൂഹത്തെ, ദരിദ്രമേഖല സമൂഹത്തെ മാറ്റി നിർത്തിക്കൊണ്ട് നിങ്ങൾ പ്രത്യേക മൈക്രോസ്കോപ്പ് വെച്ച് കണ്ടെത്തിയ ആളുകൾക്ക് അപ്പുറത്തേക്കുള്ള ആളുകൾ ഉണ്ട് എന്നുള്ളത് അത് ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്വം ഞങ്ങൾക്കാണ്. ആ ഉത്തരവാദിത്വം വളരെ കൃത്യമായി ബോധ്യത്തോടു കൂടി ഞങ്ങൾ ഇവിടെ നടപ്പാക്കും. ഒരു സംശയം നിങ്ങൾക്ക് വേണ്ട. കൊണ്ടുവരും. ഈ കണക്ക് തെറ്റാണെന്നാണ് ശ്രീ സണ്ണി എം കപ്പിക്കാട് ഇപ്പം അതിദാരിദ്ര്യത്തെക്കുറിച്ച് സംസാരിക്കുന്ന ഘട്ടത്തിൽ ഞാൻ ഈ പാനലൊന്നും കംപ്ലീറ്റ് ചെയ്ത് കുറെ ലേറ്റായി പോയതുകൊണ്ടാണ്. ശ്രീ സണ്ണി എം കപ്പിക്കാട്, ഈ സർക്കാർ കൊണ്ടുവന്നിട്ടുള്ള അതിദരിദ്രരായ മനുഷ്യരെ അവരെ കൈപിടിച്ച് ഉയർത്തേണ്ടതുണ്ട്. അതിദരിദ്രർ എന്ന് പറയുന്ന ആളുകൾ ഉണ്ടാവാൻ പാടില്ല ഒരു സംസ്ഥാനത്ത് എന്നൊരു കാഴ്ചപ്പാട് ഗവൺമെന്റ് ഉണ്ടാവുന്നു. അതിനെ മുൻനിർത്തി പ്രവർത്തിക്കുന്നു, ഒരു പട്ടിക കണ്ടെത്തുന്നു, ആ പട്ടികയിലുള്ളവരുടെ പ്രശ്നം പരിഹരിക്കുന്നു.
അതിനെ പോസിറ്റീവായി കാണുന്നുണ്ടോ താങ്കൾ, അതോ അതിനിപ്പോഴും പിഴവുകളുണ്ട് എന്ന് പറയാൻ ആഗ്രഹിക്കുന്നുവോ? കേരളത്തിൽ അതിദരിദ്രരായ ഒരു കുടുംബം പോലും ഇല്ലാതാകണമെന്നുള്ളത് കേരളത്തെ സ്നേഹിക്കുന്ന മുഴുവൻ ആൾക്കാരും ആഗ്രഹിക്കുന്നൊരു കാര്യമാണ്. അങ്ങനെ ഒരു ഗവൺമെൻറ് പരിശ്രമിച്ചാൽ അതിനെ തടസ്സപ്പെടുത്തേണ്ട കാര്യവുമില്ല. പക്ഷേ ഇവിടുത്തെ പ്രശ്നം ഈ അതിദരിദ്രരെ കണ്ടെത്തുന്നതിൽ എടുത്തിട്ടുള്ള മാനദണ്ഡങ്ങൾ ശാസ്ത്രീയമായ മാനദണ്ഡങ്ങളാണോ എന്നതാണ് പ്രധാനപ്പെട്ട ഒരു ചോദ്യം. 4 മാനദണ്ഡങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അവരിറക്കിയ കൈപ്പുസ്തകത്തിൽ തന്നെ ഉള്ളതാണ് ആ 4 മാനദണ്ഡങ്ങൾ. ഭക്ഷണം, 3 നേരവും ഭക്ഷണം കൊടുക്കുക, സുരക്ഷിതമായ വാസസ്ഥലമുണ്ടാവുക, അടിസ്ഥാന വരുമാനമുണ്ടാവുക, ആരോഗ്യസ്ഥിതി. ഇത് ഒരു വീട്ടിൽ വയോജനങ്ങൾ അല്ലെങ്കിൽ ആരോഗ്യം നശിച്ച ഒരാളുണ്ടെങ്കിൽ അയാളെ നോക്കുന്നതിന് വേണ്ടി അവിടെ നിന്നും പണിക്ക് പോകുവാനോ വരുമാനം ഉണ്ടാക്കുവാനോ മറ്റൊരാൾക്ക് പോകാൻ കഴിയാത്ത അവസ്ഥ. ഇങ്ങനെ ചില മാനദണ്ഡങ്ങളാണ് അതിദരിദ്രർ എന്ന് പറഞ്ഞാൽ കേരളത്തിലുണ്ട് എന്ന് സമ്മതിക്കുന്ന 5.92 ലക്ഷം വരുന്ന ദരിദ്രരിൽ നിന്നും അതിദരിദ്രരെ ഞങ്ങൾ വേർതിരിച്ചെടുത്തിരിക്കുന്നു എന്ന ഗവൺമെൻറ്റിൻ്റെ അവകാശവാദത്തിൽ ഈ മാനദണ്ഡം ശാസ്ത്രീയമാണോ എന്നാണ് പരിശോധിച്ചത്. ഇത് ഭരണപ്രതിപക്ഷ തർക്കത്തിൻ്റെ പ്രശ്നമായി ഞാൻ കാണുന്നില്ല. ഇത് യഥാർത്ഥത്തിൽ അഗതികളെ നിശ്ചയിക്കുന്ന മാനദണ്ഡമാണ്. ഇതൊരിക്കലും അതിദരിദ്രർ എന്ന് പറയുന്നൊരു വിഭാഗത്തെ നിശ്ചയിക്കാൻ ഉതകുന്ന മാനദണ്ഡമേ അല്ല. ഒന്ന്. രണ്ടാമതൊരു കാര്യം, ഇങ്ങനെയുള്ള കുടുംബങ്ങൾക്ക് എല്ലാവിധ സഹായവും ഗവൺമെൻറ് ചെയ്തു കൊടുക്കേണ്ടതാണ് എന്ന് അചഞ്ചലമായി വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ. ഗവൺമെൻറ് ചെയ്യാൻ അവർക്ക് ഉത്തരവാദിത്വമുണ്ട്, അത് ബാധ്യസ്ഥവുമാണ്. അവരത് ചെയ്യുമെന്നാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ വക്താവ് ഇവിടെ സൂചിപ്പിച്ചത്. ചെയ്യട്ടെ. ഇതിനകത്തെ പ്രശ്നം അതല്ല. ഈ മാനദണ്ഡങ്ങൾ പ്രകാരം എടുത്ത ഈ കണക്ക് ഈ ഇത്തരം കുടുംബങ്ങളെ സഹായിക്കാൻ 2002 തന്നെ ആരംഭിച്ച ആശ്രയ പദ്ധതി ഇവിടെ നിലവിലുണ്ട്. അത് 2007 കേരളത്തിന് കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ അവാർഡ് വരെ കിട്ടിയതാണ്. എന്ന് പറഞ്ഞാൽ ഏറ്റവും അനാഥമായ മനുഷ്യരെ സഹായിക്കാനൊരു പദ്ധതി ഇവിടെ ഓൺ ദ വേ ആണ്, റൺ ചെയ്യുന്നുണ്ട്. അപ്പോൾ അങ്ങനെ റൺ ചെയ്യുന്നൊരു സ്ഥലമാണ് കേരളം എന്നുകൂടി നമ്മൾ കാണണം. മാത്രമല്ല 1000-ലധികം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കണക്കെടുപ്പിൽ നിന്നുമാണ് 64,006 കുടുംബങ്ങളെ കണ്ടെത്തിയിരിക്കുന്നത്. 1,18,000 പേരോ 1,09,000 പേരോ മറ്റേ വരും ആളുകളുടെ എണ്ണം. എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്തിൽ ഏതാണ്ട് ഈ 64 കുടുംബങ്ങളെയാണ് കണ്ടെത്തിയിട്ടുള്ളത്. ഇത് യഥാർത്ഥത്തിൽ ആ കണക്ക് സംശയാസ്പദമാണ് എന്ന് പറയാതിരിക്കാൻ പറ്റില്ല. അതിൻ്റെ കാരണം കേരളത്തിൽ ഈ ഇന്ത്യക്കകത്ത് ദരിദ്രരോ ഇപ്പോൾ ഈ അതിദരിദ്രർ എന്ന് പറയുന്ന പുതിയൊരു കാറ്റഗറി എന്തിനാണ് നിർമ്മിച്ചത് എന്ന ചോദ്യത്തിന് ഉത്തരം പറയേണ്ടി വരും. എന്തിനാണ് അങ്ങനെ നിർമ്മിച്ചത്? അപ്പോൾ ഇവിടെയുള്ള നിലവിലുള്ള പദ്ധതികൾ ഫലപ്രദമായി നടപ്പിലാക്കിയാൽ പോരെ. ഞാനൊരു ഉദാഹരണം പറയാം. ഈ കൈപ്പുസ്തകത്തിലൊരു മോഡൽ സംഭവം പറയുന്നുണ്ട്. ആരാണ് ദരിദ്രർ, ആരാണ് അതിദരിദ്രർ എന്നത്. അന്ത്യോദയ അന്നയോജന പദ്ധതിയിൽ ഭക്ഷ്യധാന്യം ലഭിക്കുന്ന, തൊഴിലുറപ്പ് പദ്ധതിയിൽ തൊഴിലെടുക്കുന്നവർ ഉള്ള അടിസ്ഥാന ജീവിത സൗകര്യങ്ങളുള്ള ഒരു കുടുംബത്തെ ദരിദ്രരായിട്ടാണ് കണക്കാക്കുക. അതിദരിദ്രർ എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ പറയുന്ന കാര്യം, അതിദരിദ്രർ റേഷൻ കാർഡ് ഇല്ലാത്ത, ഭക്ഷ്യധാന്യം ലഭ്യമാകാത്ത, തൊഴിലെടുക്കാൻ ശേഷിയില്ലാത്ത കുടുംബം എന്നാണ് അതിൻ്റെ ഇതായിട്ട് സൂചകമായി പറയുന്നൊരു കാര്യം. അങ്ങനെയുള്ള കുടുംബത്തെ നമ്മൾ കണ്ടെത്തണം. ഇത് യഥാർത്ഥത്തിൽ അവർക്ക് റേഷൻ കാർഡ് ലഭ്യമാക്കിയാൽ ഈ അന്ത്യോദയ പദ്ധതി പോലുള്ള പദ്ധതികളിലൂടെ അവർക്ക് ഭക്ഷ്യധാന്യങ്ങൾ കൊടുക്കാവുന്നൊരു കാര്യം മാത്രമാണ്. ഇതിനകത്ത് ഇത്ര വലിയൊരു വിപ്ലവം ഞങ്ങൾ നടത്തിയിരിക്കുന്നു എന്നുള്ള അവകാശവാദത്തിൽ യഥാർത്ഥത്തിൽ വലിയ കഴമ്പില്ല എന്നതാണ് യാഥാർത്ഥ്യം. നമ്മളത് കാണാതിരുന്നുകൂടാ. ഇത് ഞാൻ പറയുമ്പോൾ കേരളത്തിൽ അതിദരിദ്രരുണ്ടായിക്കോട്ടെ, അവരുടെ കാര്യങ്ങൾ നോക്കണ്ട എന്നൊന്നും ഞാൻ അർത്ഥമാക്കുന്നില്ല. അവിടെ ദരിദ്രരുടെ എണ്ണം കൂടുതലായിരിക്കും. ഇന്ത്യയിൽ ദരിദ്രരുടെ എണ്ണം കൂടുതലാണെന്ന് തർക്കമില്ലാത്ത കാര്യമാണ്. അവിടെ തന്നെ ആ ദരിദ്രരെ ഒന്ന് കാറ്റഗറൈസ് ചെയ്ത് ആ പ്രശ്നം പരിഹരിക്കുക എന്നതിലേക്ക് ഒരു ഗവൺമെൻറ് സ്റ്റെപ്പ് ഇൻ ചെയ്യുന്നതിനെ നമ്മൾ ടോട്ടലി നെഗറ്റീവായി സമീപിക്കേണ്ടതുണ്ടോ എന്ന് ചോദിക്കായിരുന്നു ഞാൻ.
അല്ല, അതിനകത്ത് ശാസ്ത്രീയമാണോ എന്നുള്ളൊരു ചോദ്യം അവശേഷിക്കുന്നുണ്ടെന്നാണ് ഞാൻ പറയുന്നത്. നിങ്ങൾക്കറിയാമോ 2011 സെൻസസ് പ്രകാരം കേരളത്തിൽ ആദിവാസികൾക്കിടയിലെ ഏതാണ്ട് 1.16 ലക്ഷം കുടുംബങ്ങൾ അതീവ ഗുരുതരമായ ദാരിദ്ര്യം അനുഭവിക്കുന്നുണ്ടെന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നത്. അവരെവിടെ പോയി? ഈ കണക്കിൽ നിന്ന് അവരെവിടെ പോയി? ഇന്നലെ കേരള മുഖ്യമന്ത്രി സഭയിൽ പ്രഖ്യാപിച്ചതിന് പ്രകാരം ഏറ്റവും കൂടുതൽ ഈ പുതിയ മാനദണ്ഡം അനുസരിച്ച് പോലും സർവേ എടുത്തപ്പോൾ കണ്ടെത്തിയ കാര്യം പാലക്കാടും വയനാടും കാസർഗോഡുമാണ് ഏറ്റവും കൂടുതൽ കുടുംബങ്ങളുണ്ടെന്നാണ് ഇന്നത്തെ പത്ര റിപ്പോർട്ടാണ്. മുഖ്യമന്ത്രി എങ്ങനെ പറഞ്ഞു എന്ന് എനിക്കറിയാം, ഞാൻ നിയമസഭയിൽ പോയ ആളല്ല. പക്ഷെ വന്ന റിപ്പോർട്ടിൽ ഇങ്ങനെയാണ് കാണുന്നത്. എന്തുകൊണ്ടാണ് ഈ വയനാട്ടിൽ ഇത്രയും കൂടുതൽ ആൾക്കാർ വരുന്നത്? എന്തുകൊണ്ടാണ് പാലക്കാട് ഇത്രയും കൂടുതൽ ആൾക്കാർ വരുന്നത്? ഇതിനൊക്കെ കാരണമില്ലേ? അപ്പം നമ്മൾ ഈ ഒത്തിരി പേരെ ഈ പറയുന്ന പഞ്ചായത്ത് മെമ്പർമാർ, ജില്ലാ പഞ്ചായത്ത് മെമ്പർമാർ, ഉദ്യോഗസ്ഥന്മാർ, സന്നദ്ധ പ്രവർത്തകർ 5 ലക്ഷം പേരെ അണിനിരത്തി എന്നതൊന്നും ശാസ്ത്രീയതയ്ക്ക് അടിസ്ഥാനമാവുന്നില്ല. ശാസ്ത്രീയമായൊരു കണക്കെടുപ്പ്, അതിൻ്റെ ഒരു ആധികാരികമായൊരു കണക്കെടുപ്പ് നമ്മൾ നടത്തിയോ? ഇങ്ങനെ ഒരു വിഭജനം നടത്തിയതിലൂടെ നമ്മൾ ദാരിദ്ര്യമുക്ത സംസ്ഥാനമായിരിക്കുന്നു എന്ന പ്രഖ്യാപനം നടത്തുന്നത് ധാർമ്മികമായി ശരിയാണോ എന്ന ചോദ്യം സർക്കാരിന്റെ മുന്നിൽ ഉണ്ട് എന്ന് തന്നെയാണ് ശരിയല്ല എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. അങ്ങനെ ധൃതിപിടിച്ച് അതിദാരിദ്ര്യം അനുഭവിക്കുന്നവരാര് എന്ന ക്വസ്റ്റ്യൻ മുന്നിൽ വരുമ്പോൾ അതിൽ ഗവൺമെന്റ് വെച്ച ക്രൈറ്റീരിയ എന്തുമാത്രം ശരിയാണെന്ന് ചോദ്യം ഉന്നയിക്കാവുന്നതാണ്. ഈ സർക്കാരിൻ്റെ ക്രൈറ്റീരിയയ്ക്ക് പുറത്ത് നിൽക്കുന്നവർ, അതിദാരിദ്ര്യം അനുഭവിക്കുന്നവർ ഉണ്ടാവില്ലേ വേറെയും? അപ്പോൾ അതിദരിദ്രരാരാണ് എന്ന കാര്യത്തിൽ ഗവൺമെൻറ് തീരുമാനമെടുത്തതിൽ പ്രശ്നം ഉണ്ടായിട്ടുണ്ടോ എന്ന ക്വസ്റ്റ്യൻ അവിടെ വെക്കാവുന്ന ഒരു ക്വസ്റ്റ്യൻ ആണെന്ന് തന്നെയാണ് തോന്നുന്നത്. എന്നോടൊപ്പം ബിജു നായർ കൂടിയുണ്ട്. ബിജു നായർ, BJPയുടെ നേതാക്കളൊക്കെ പറഞ്ഞു നടക്കുന്നത് നരേന്ദ്രമോദി കൊണ്ടുവന്നിട്ടുള്ള ഏതോ പദ്ധതിയുടെ ഭാഗമായി നിന്നതുകൊണ്ടാണ് കേരളത്തിന് ഈ നേട്ടം കൈവരിക്കാൻ കഴിഞ്ഞത് എന്നാണ്. കേരളം ഈ നേട്ടം കൈവരിച്ചു എന്നതിൽ BJPക്കാർക്ക് അഭിപ്രായ വ്യത്യാസമൊന്നുമില്ല. പക്ഷെ അതിൻ്റെ ക്രെഡിറ്റ് മോദിക്ക് കൂടി കിട്ടണമെന്നാണ്. പക്ഷെ നോക്കൂ, ഇങ്ങനെ ഒരു പ്രഖ്യാപനം നടത്താനുള്ള ധൈര്യം ഗവൺമെൻറ് ഓഫ് കേരളയ്ക്ക് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ, വേറെ ഏതെങ്കിലും സംസ്ഥാനത്ത് നിന്ന് കേട്ടുമില്ല. മോദിയുടെ കൈ അയച്ചുള്ള സഹായം കിട്ടുന്നുണ്ടെങ്കിൽ കുറേ അധികം സംസ്ഥാനങ്ങളിൽ ഈ പ്രഖ്യാപനം കേൾക്കേണ്ട നേരം കഴിഞ്ഞല്ലോ. നിഷാദ്, താങ്കൾ ചോദിച്ച ആ ചോദ്യം വളരെ പ്രസക്തമാണ്. ഇന്നിപ്പോൾ സഹാക്കൾ നമ്മളോട് പറഞ്ഞിരിക്കുന്നത് എന്താണ്? ലോകത്തിൽ തന്നെ ചൈനയിലെ ഏതോ ഒരു പ്രവിശ്യ ആദ്യമായി അതിദാരിദ്ര്യ വിമുക്ത പ്രവിശ്യയായി പ്രഖ്യാപിക്കപ്പെട്ടു. അത് കഴിഞ്ഞ് കേരളം മാത്രം. ഇപ്പോൾ സ്കാൻഡിനേവിയൻ കൺട്രീസ് ഇല്ല, യൂറോപ്യൻ കൺട്രീസ് ഇല്ല, അമേരിക്കയിലൊന്നുമില്ല. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? ഇവിടെ നമ്മൾ ഈ ചർച്ച നടത്തുന്നത് തന്നെ നമ്മോട് പറയുന്നത് നമ്മുടെ സർക്കാരിന് ഒരു വിശ്വാസ്യതയുടെ പ്രശ്നമുണ്ട് എന്നുള്ളതാണ്. നമ്മുടെ മുഖ്യമന്ത്രി വന്ന് നമ്മോട് പറയുകയാണ് ഇങ്ങനെ അതിദാരിദ്ര്യ വിമുക്ത സംസ്ഥാനമായി നമ്മൾ മാറിയിരിക്കുകയാണ്, ഇത് തട്ടിപ്പല്ല എന്ന് അദ്ദേഹം പറയേണ്ടി വരികയാണ്. എന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നത്? ഇപ്പം നമ്മൾ നമ്മുടെ ജനങ്ങളെ, അവരുടെ ജീവിത നിലവാരം ഉയർത്തിയ സർക്കാരിനെ എല്ലാ തരത്തിലും അഭിനന്ദിക്കുകയാണ് ചെയ്യേണ്ടത്. അതിദാരിദ്ര്യം ഉള്ളവരെ മാത്രം നമ്മൾ ലക്ഷ്യം വെച്ചൊന്നും ചെയ്യേണ്ട കാര്യമില്ല. നമ്മുടെ നാട്ടിലെ എല്ലാ ജനങ്ങളുടെയും ജീവിത നിലവാരം ഉയർത്തിക്കൊണ്ടു വരുവാനുള്ള പദ്ധതികൾ നടപ്പിലാക്കിയിരുന്നെങ്കിൽ അതിൻ്റെ ഭാഗമായി ദരിദ്രരും അതിദാരിദ്രരും ഇടത്തരക്കാരും എല്ലാവരും മെച്ചപ്പെട്ടു വന്നേനെ. പക്ഷേ അത്തരത്തിലുള്ള പ്രഖ്യാപനത്തിനുള്ള സാധ്യത ഇല്ലാത്തത് കൊണ്ടാണ് ഈ ഒരു ഇലക്ഷൻ പ്രമാണിച്ചുള്ള PR ഗിമിക്കിന് വേണ്ടി ദരിദ്രരവിടെ നിൽക്കട്ടെ, അതിദാരിദ്രരെ നമ്മൾ കണ്ടെത്തുകയാണ്. സർവേയാണ്, ഒരുപാട് സന്നദ്ധ സംഘടനകളും പ്രവർത്തകരും പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് എന്ന് പറഞ്ഞ് ഇപ്പോൾ സണ്ണി സാർ പറഞ്ഞതുപോലെ തീർത്തും അശാസ്ത്രീയമായ ഒരു മാനദണ്ഡം എടുത്തു വയ്ക്കുകയും അതിൻ്റെ പേരിൽ കുറച്ചുപേരെ ഐഡൻറ്റിഫൈ ചെയ്തതായിട്ട് പറയുകയും അവരതാ നമ്മൾ അതിദരിദ്ര മുക്തമാക്കിയിരിക്കുന്നു എന്നൊക്കെ പറയുകയും ചെയ്യുമ്പോൾ കേരളത്തിലെ ജനങ്ങൾ ഇത് വിശ്വസിക്കുന്നില്ല. പ്രതിപക്ഷ പാർട്ടികൾ കേരളത്തിലെ ജനങ്ങളുടെ ആ ഒരു അവിശ്വാസം രേഖപ്പെടുത്തുവാൻ വേണ്ടി മാത്രമാണ് മുന്നോട്ട് വന്നുകൊണ്ടിരിക്കുന്നത്. കേരളത്തിലെ ജനങ്ങളാകെ വിശ്വസിക്കുന്നില്ല എന്ന് പറഞ്ഞ് ജനങ്ങളുടെ ആകെ ഏജൻസി നിങ്ങൾ എടുക്കല്ലേ? ഞാൻ ചോദിക്കുന്നത് സർക്കാരല്ലേ പറയുന്നത്, ഗവൺമെന്റ് ഓഫ് കേരളയാണ് പറയുന്നത് എന്ന് വെച്ചാൽ അതിന് ഉത്തരവാദിത്വമുണ്ട്. 64,000 പേരുടെ കാര്യത്തിൽ സർക്കാരിന് ഉത്തരവാദിത്വമുണ്ട്. ചോദിച്ചാൽ ആർക്കും കണക്ക് കിട്ടണം. അല്ലാതെ വേറെ ചില സർക്കാരുകളുടെ കാര്യത്തിലുള്ള പോലെ ചോദിച്ചാൽ ഡേറ്റ തരില്ല, തരാൻ നിർബന്ധിതമായ കള്ള ഡേറ്റ തരും. അങ്ങനെയൊന്നും നമ്മൾ കേരളത്തിൽ എക്സ്പീരിയൻസ് ചെയ്യുന്നില്ല. വളരെ കൃത്യമായി ഇന്ന് ഇന്ത്യയിലുള്ള എല്ലാ
പത്രങ്ങളുടെയും മുൻ പേജിൽ അഡ്വർടൈസ്മെന്റ്, അതും 1.5 കോടി രൂപ ചെലവാക്കി PR വർക്ക് നടത്തിയതിന്റെ ഭാഗമായിട്ടൊക്കെ അഡ്വർടൈസ്മെന്റ് കൊടുക്കേണ്ടി വരികയാണെങ്കിൽ ഇന്ന് സർക്കാരിന്റെ വിശ്വാസ്യത തന്നെയാണ് ഇവിടുത്തെ ഏറ്റവും വലിയ പ്രശ്നം. കേരളത്തിലെ ഇന്നത്തെ ജനങ്ങളുടെ ദാരിദ്ര്യം ഇന്ന് ആർക്കും ഒരു സംശയം പോലും ഇല്ലാത്ത രീതിയിൽ പ്രകടമാണ്. ഇന്ന് എത്രയോ ഞാൻ ചോദിച്ചത് അതിദാരിദ്ര്യ നിർമ്മാർജ്ജനം എന്ന് പറയുന്നത് ഗവൺമെന്റ് ഒരു സ്പെഷ്യൽ പ്രോജക്റ്റാണ്. ആ പ്രോജക്ട് നടപ്പിലാക്കാൻ സഹായിച്ചത് മോദിയുടെ എന്തോ സഹായമാണ് എന്ന് പറയുന്നു BJP നേതാക്കൾ. മോദി കേരളത്തിന് സവിശേഷമായി കൊടുത്ത സഹായം എന്താണ്? ഉത്തർപ്രദേശിന് കൊടുക്കാതെ, മഹാരാഷ്ട്രയ്ക്ക് കൊടുക്കാതെ, അസമിന് കൊടുക്കാതെ, ഗുജറാത്തിന് കൊടുക്കാതെ, മധ്യപ്രദേശിന് കൊടുക്കാതെ കേരളത്തിന് മാത്രമായി അതിദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന് വേണ്ടി മോദി തന്നത് എന്താണ് എന്ന് പറയുമ്പോഴല്ലേ BJPയുടെ പോയിന്റ് പൂർണ്ണമാവും. ബാക്കി വിമർശനം പറഞ്ഞു കഴിഞ്ഞല്ലോ. അതാണ് നിഷാദ്, വ്യക്തമായി ഞാൻ പറയാം. ഇല്ല നിഷാദ്, ഞാൻ വ്യക്തമായി പറയാം. 17 കോടി ജനങ്ങൾ ഇന്ന് ഈ അതിദാരിദ്ര്യത്തിൽ നിന്നും ഇന്ത്യയൊട്ടാകെ മുക്തമായിരിക്കുകയാണ്. പക്ഷെ അത് അതിദാരിദ്ര്യത്തെ മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടല്ല, എല്ലാ തരത്തിലുള്ള ജനങ്ങൾക്ക് വേണ്ടിയും, അത് ഭക്ഷ്യ സുരക്ഷ ഉറപ്പുവരുത്തുന്ന കാര്യത്തിലായാലും, പാർപ്പിടം ഉറപ്പുവരുത്തുന്ന കാര്യത്തിലായാലും, വെള്ളം ഉറപ്പുവരുത്തുന്ന കാര്യത്തിലായാലും, അതുപോലെ തൊഴിലുറപ്പ് വരുത്തുന്ന കാര്യത്തിലെല്ലാം കേന്ദ്ര സർക്കാർ വ്യക്തമായി ഡയറക്റ്റ് ആയിട്ട് തന്നെ ഇടപെട്ടിട്ടുണ്ട്, പ്രവർത്തിച്ചിട്ടുണ്ട്. അത് കാണുന്നുണ്ട്. നമ്മുടെ ഇപ്പോ ബീഹാർ ഇലക്ഷനുമായി ബന്ധപ്പെട്ട് കേരളത്തിലെ സകല മാധ്യമങ്ങളും ബീഹാറിലുണ്ട്. അവിടെ നിന്ന് നമ്മൾ ഹൈപ്പർ ലോക്കൽ പൾസ് മനസ്സിലാക്കുന്നുണ്ട്. TV എന്ന് പറയുന്ന സംഗതി കണ്ടിട്ടില്ലാത്ത മനുഷ്യന്മാരുണ്ട് അവിടെ, വീടില്ലാത്ത മനുഷ്യന്മാരുണ്ട്, എല്ലാ നേരവും ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത മനുഷ്യന്മാരുണ്ട്, ശൗചാലയം എന്ന് പറയുന്ന സംഗതി കണി കണ്ടിട്ടില്ലാത്ത മനുഷ്യന്മാരുണ്ട്. പക്ഷെ നിങ്ങളുടെ പ്രചാരണം എല്ലാം മോദി കൊടുത്തു എന്നാണ്. അതുകൊണ്ട് എല്ലാം ദാരിദ്ര്യത്തിൽ നിന്ന് ജനങ്ങളെ മുക്തരാക്കി. നിങ്ങൾ ഞാൻ വളരെ വ്യക്തമായി പറയുന്നത് ഇല്ല നിഷ, താങ്കൾ എന്നെ പറയാൻ സമ്മതിക്കില്ല. ഞാൻ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇന്നിപ്പോ ഇങ്ങനൊരു ലേബൽ ഉണ്ടാക്കിയത് തന്നെ ഇലക്ഷൻ ഗിമിക്കാണ്. ഇന്നിപ്പോ ഇന്ത്യയിൽ കേരളത്തിൽ മാത്രമേ കമ്മ്യൂണിസ്റ്റുകാർക്ക് മാത്രം ചിന്തിക്കുവാൻ സാധിക്കുന്ന രീതിയിലുള്ള ഒരു ഇലക്ഷൻ ഗിമിക്ക് ഇവിടെ നടന്നിരിക്കുകയാണ്. അത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഈ 64,000 എന്നല്ല, ഒരാളെങ്കിലും, ഒരു കുടുംബമെങ്കിലും ഇന്ന് പണ്ടുണ്ടായിരുന്നതിൽ നിന്ന് മെച്ചപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് അഭിനന്ദിക്കേണ്ടത് തന്നെയാണ്. കേരള സർക്കാരിനെ അതിന് അഭിനന്ദിക്കുന്നതിൽ യാതൊരു ബുദ്ധിമുട്ടും ഇല്ല. പക്ഷേ ഞാൻ പറയുന്ന കാര്യം, ഈ 4 പ്രത്യേക പദ്ധതികൾ, അതെന്താണ്? അന്ന യോജന പറഞ്ഞു കഴിഞ്ഞു, ഗരീബ് കല്യാൺ യോജന, അതുപോലെ തന്നെ തൊഴിലുറപ്പ് പദ്ധതി, അതുപോലെ തന്നെ PM ആവാസ് യോജന. ഇതിന്റെയൊക്കെ ഭാഗമായി നിഷാദ്, വളരെ കൃത്യമായി നമുക്കറിയാം, 60% കേന്ദ്രം കൊടുക്കുകയും 40% മാത്രം സംസ്ഥാനം കൊടുക്കുകയും മതി എന്നുള്ള സ്ഥലത്ത് പോലും ആ പൈസ കൊടുക്കുവാനില്ലാതെ ഒരുപാട് പദ്ധതികൾ കേരളത്തിൽ മുടങ്ങിയതായി കേരളത്തിലെ ജനങ്ങൾക്ക് അറിയാം. ഇന്ന് നമ്മുടെ കേരളത്തിലെല്ലാം കേന്ദ്ര പദ്ധതിയാണ്. ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും ഉണ്ട്. അവിടെയൊക്കെ കേരളത്തിന്റെ ഇതുപോലെ അച്ചീവ്മെന്റ്സ് ഉണ്ടോ എന്ന് ചോദിച്ചാൽ അവിടെ ഒന്നും കാണാനുമില്ല. നിങ്ങൾ ഈ പറഞ്ഞ ലോജിക്കൽ ഇഷ്യൂ ഉണ്ട് എന്നാണ് ഞാൻ പറയാം. ഞാൻ ഒന്ന് വരാം. ഗോപൻ, ഞാനൊരു ബ്രേക്കിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം ചോദിക്കുകയാണ്. അതായത് ഇതിൽ ചൂണ്ടിക്കാണിക്കപ്പെട്ട ഒരു പ്രശ്നം, അതിദരിദ്രർ എന്ന് പറഞ്ഞാൽ എനിക്ക് തോന്നുകയാണ് ഞാൻ അതിദരിദ്രനാണ്, എനിക്ക് സർവൈവ് ചെയ്യാൻ പ്രയാസമുണ്ട്, എനിക്ക് മുന്നോട്ട് പോകാൻ ബുദ്ധിമുട്ടുണ്ട്. ഞാൻ വരാൻ ബിജു നായർ, ഞാൻ എന്റെ സമയം പരിമിതി കൊണ്ടാണ്, എന്റെ ഒരു സമയപരിമിതി. ഞാൻ ശരി പൂർത്തിയാക്കും, താങ്കൾ പൂർത്തിയാക്കും. ഒരു വാചകം പറഞ്ഞ് അവസാനിപ്പിക്കേണ്ടതുണ്ട്. ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ. താങ്കൾ പറയുന്നത് മറ്റ് സംസ്ഥാനങ്ങളിൽ ഇങ്ങനത്തെ പ്രഖ്യാപനം ഉണ്ടായില്ല, അതുകൊണ്ട് അവിടെ നേട്ടമില്ല എന്നല്ല. ഇത് പാപ്പരത്തമാണ്, ഇത് അല്പത്തരമാണ്. ഇത്തരത്തിൽ പ്രഖ്യാപനങ്ങൾ വോട്ടാക്കി മാറ്റുവാൻ മറ്റ് സംസ്ഥാനങ്ങളിലെ മനുഷ്യർ അനുഭവിക്കുന്ന ജീവിത പ്രതിസന്ധി എന്താണെന്ന് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ കമ്മ്യൂണിസ്റ്റുകാർ മാത്രമേ നടത്തുന്നുള്ളൂ എന്നുള്ളതാണ് ഞാൻ പറയുവാൻ ആഗ്രഹിക്കുന്നത്. ഇപ്പതാ ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനം എടുക്കും, നിങ്ങൾ ഭരിക്കുന്ന സംസ്ഥാനമല്ലേ ബീഹാർ. ഇപ്പൊ നിങ്ങൾ ബീഹാർ എന്ന് പറയുന്ന സംസ്ഥാനം മാത്രം എടുക്കുക, അത് എക്സ്പോസ്ഡ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഈ തെരഞ്ഞെടുപ്പ് കാലത്ത്. നിങ്ങൾ നടപ്പിലാക്കിയിട്ടുള്ള 20 വർഷം കൊണ്ട് എന്താണ് അവിടെ കിട്ടിയത്? ഞാൻ വരാമേ. ഗോപൻ, ഈ നടപ്പിലാക്കിയതിലെ അശാസ്ത്രീയതയും ക്രൈറ്റീരിയ പ്രശ്നവും ഇതിൽ വിമർശനമായി ഉന്നയിക്കപ്പെട്ടല്ലോ. ഇപ്പം എനിക്ക് തോന്നുകയാണ് ഞാൻ അതിദരിദ്രനാണ്, എനിക്ക് സർവൈവ് ചെയ്യാൻ പ്രയാസമുണ്ട്, സർക്കാരിൻ്റെ പക്ഷേ ഒരു ക്രൈറ്റീരിയയിൽ എനിക്ക് മാച്ചാവാൻ പറ്റിയില്ല, അതുകൊണ്ട് എനിക്ക് പുറത്ത് നിൽക്കേണ്ടി വന്നു. അങ്ങനെയുള്ള ആൾക്കാരുണ്ടാവുമോ? അവരെയാണ് ശ്രീ നിഷാദെ ദരിദ്രർ എന്ന് പറയുന്നത്. അതിദരിദ്രർക്ക് ശ്രീ സണ്ണി കബക്കാടിനെ പോലുള്ള വളരെ മാന്യമായി രാഷ്ട്രീയ പ്രശ്നങ്ങളെയും സാമൂഹിക പ്രശ്നങ്ങളെയും കാണുന്ന ചിലരെങ്കിലും പറയുമ്പോൾ സാധാരണ നിഷ്പക്ഷരായിട്ടുള്ള ആളുകൾക്ക് ചില തെറ്റിദ്ധാരണ ഉണ്ടാകും. അദ്ദേഹം ഇത് അറിയാൻ വയ്യാതെ പറയുന്ന ആളല്ല. പക്ഷേ ശ്രദ്ധിക്കേണ്ട കാര്യം, ഈ UNDP-യുടെ മൾട്ടി പോവർട്ടി
ലെവൽ ഇൻഡെക്സ് എന്ന് പറയുന്ന ഒരു ഇൻഡിക്കേറ്ററുണ്ട്. അത് അന്താരാഷ്ട്ര തലത്തിൽ ഇത്തരം കാര്യങ്ങൾക്ക് മാനദണ്ഡമായിട്ട് എടുക്കുന്നതാണ്. അതിൻ്റെ ഭാഗമായിട്ടാണ് ആഹാരം, വാസസ്ഥലം, വരുമാനം, ആരോഗ്യം ഈ 4 മുഖ്യ സൂചകങ്ങളെ എടുത്തിട്ടാണ് നമ്മൾ ഈ നിർദ്ദേശം കൊടുത്തിട്ടുള്ളത്. അത് 72 പേജുള്ള കീല പ്രസിദ്ധീകരിച്ച കൈപ്പുസ്തകത്തിൽ വളരെ കൃത്യമായി അന്ന് ഇത് പബ്ലിക് ഡൊമൈനിൽ കൊണ്ടുവന്നതാണ്. ആ പുസ്തകത്തെക്കുറിച്ച് ബഹുമാന്യരായ ബുദ്ധിജീവികളോ പണ്ഡിതരോ സാധാരണക്കാരോ ഒരഭിപ്രായ വ്യത്യാസവും പറഞ്ഞില്ല. ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇത് പ്രാവർത്തികമാകും എന്ന് ഇവർ കരുതിയില്ല. പ്രാവർത്തികമായതിൻ്റെ അങ്കലാപ്പുണ്ട്. മാത്രമല്ല, കുറച്ചുകൂടെ കടത്തി പറഞ്ഞാൽ, ഏതെങ്കിലും നല്ല കാര്യം ചെയ്യുന്നതിന് ഗവൺമെൻറ്റിന് വോട്ട് കിട്ടുമെങ്കിൽ അത് ബഹളമുണ്ടാക്കി അലറി വിളിച്ച് തടസ്സപ്പെടുത്താൻ പറ്റുമോ? ഞാനൊരു കാര്യം പറയട്ടെ ശ്രീ നിഷാദെ, ഈ കണക്കുകൾ ഞങ്ങൾ പൊളിച്ചെടുക്കും, പുറത്തു കൊണ്ടുവരും. ഈ രേഖകൾ ഞങ്ങൾ പരിശോധിക്കും. അങ്ങനെ മനസ്സിലായ ഒരു കൗൺസിലറുണ്ട് നിഷാദെ, ആലപ്പുഴയിൽ ഒരു കൗൺസിലറുണ്ട്. അയാൾ ഇടയ്ക്ക് ഡിസ്റ്റർബൻസ് വരുന്നുണ്ട്. അയാൾ 10,000 രൂപയാണ് ഈ പാവപ്പെട്ട ഈ അതിദരിദ്രരുടെ പിച്ചച്ചട്ടിയിൽ കൈയിട്ട് മോഷ്ടിച്ചുകൊണ്ട് പോയതൊരു കോൺഗ്രസ് കൗൺസിലറാണ്. ചൂരൽമലയിലെ ദുരന്തത്തിൻ്റെ പേരിൽ പണം പിരിച്ചിട്ട് വീട് വെച്ച് കൊടുക്കാത്തത് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകരാണ്. അവർക്കൊന്നും ഇത് ചെയ്യാൻ പറ്റില്ല. അതിന് നമ്മളെ ചീത്ത വിളിച്ചിട്ട് കാര്യമില്ല. അവർക്ക് സ്വപ്നം കാണാൻ കഴിയില്ല. കാരണം അവരുടെ പ്രത്യയശാസ്ത്രം അങ്ങനെയുള്ളതാണ്. പിന്നെ ചോദിക്കുന്നത്, ഇതിനകത്ത് റേഷൻ കാർഡ് ലഭ്യമാക്കിയാൽ പോരെ എന്ന് വളരെ ബഹുമാന്യനായ സണ്ണി സാറ് ചോദിക്കുകയാണ്. റേഷൻ കാർഡ് ലഭ്യമാക്കുന്നത് ഉൾപ്പെടെയുള്ള എത്ര പേർക്ക് ഇതിനകത്ത് റേഷൻ കാർഡ് ലഭ്യമാക്കിയതിന് ശേഷം, റേഷൻ കാർഡ് മാത്രമല്ല, വീടില്ലാത്തവരുണ്ടായിരുന്നു അതിൽ 10,000 പേര്, വീടും ഭൂമിയില്ലാത്ത, അവർക്ക് വീട് കൊടുത്താൽ അത് പരിഹരിച്ചത്. ഇന്ന് ഗോവിന്ദമാഷ് പറഞ്ഞൊരു കാര്യം നിഷാദ് ശ്രദ്ധിച്ചോ? 64,005 എത്തുന്നുള്ളൂ. 64,006 പേരുണ്ട്, 64,005 എത്തുന്നുള്ളൂ. ഒരാളെ കണ്ടുപിടിച്ചിട്ട് അയാൾക്ക് പരിഹരിക്കാൻ പറ്റുന്നില്ല. അത് എറണാകുളം ജില്ലയിലാണ്. അവസാനം ഇത് പ്രഖ്യാപനത്തിന് മുമ്പ് ആ ഒരു കേസും അഡ്രസ്സ് ചെയ്തു. അങ്ങനെയാണ് 64,006 എത്തുന്നത്. അങ്ങനെ വെറുതെ ഇത് ഒരു ദിവസം കൊണ്ടൊരു പ്രഖ്യാപനമല്ല. ഇത് പതിറ്റാണ്ടുകളുടെ പ്രവർത്തന. ഇനി കുറച്ചുകൂടെ പറഞ്ഞാൽ, ഇവിടെ BJPയെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുത്ത സുഹൃത്ത് വലിയ ആവേശം കൊണ്ടല്ലോ, ഞങ്ങൾ 17 കോടി ഇല്ലാതാക്കി, ചൈന മാത്രമേ ഉള്ളൂ, മറ്റുള്ള രാജ്യങ്ങൾ സ്കാൻഡിനേവിയൻ കാണുന്നില്ല. എന്താ ഇവർ ഈ കാണുന്ന കഥകൾ? പണ്ടാരണ്ട് പറഞ്ഞതുപോലെ ആനയെ കണ്ടതുപോലെ ഈ കഥകൾ കാണുന്നത്. സ്കാൻഡിനേവിയൻ രാജ്യങ്ങളോ വികസിത യൂറോപ്യൻ രാജ്യങ്ങളോ ഹങ്കർ ഇൻഡെക്സിൽ വരില്ല, വിശപ്പ് സൂചികയുടെ പട്ടികയിൽ അവർ വരില്ല. അവരെല്ലാം വിശപ്പില്ലാത്ത രാജ്യമായിട്ട് നമ്മൾ കണക്കാക്കിയിരിക്കുക. അതുപോലാണോ ഇന്ത്യക്ക് സമാനമായ ജനസംഖ്യയുള്ള ചൈന വിശപ്പില്ലാതാക്കുക എന്ന് പറഞ്ഞാൽ? ഇന്ത്യ രാജ്യത്തെ വിശക്കുന്നവരുടെ എണ്ണം ഈ ബീഹാറിൽ നേരത്തെ നിഷാദ് പറഞ്ഞില്ലേ, 33%. 100 പേരെ എടുത്താൽ 33% ബീഹാറിൽ പട്ടിണിക്കാരാണ്. ഇവർ 25 കൊല്ലം ഭരിച്ചാൽ, ബീഹാർ ഭരിച്ചാൽ ഇവർക്ക് പട്ടിണി മാറ്റാൻ പറ്റത്തില്ല. ഇവർ വീട് കൊടുക്കുന്നു എന്ന് പറയുന്നു. അവിടെ 75,000 രൂപയ്ക്ക് നിഷാദ ഈ ലോകത്ത് എവിടെ വീട് പണിയാൻ പറ്റുന്നത്? കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ വിഹിതം 75,000 രൂപ ഒരു വീടിന്. എന്നിട്ട് മാത്രമല്ല, ആ 75,000 രൂപ വാങ്ങിച്ച് വെച്ചിട്ട് നരേന്ദ്രമോദി ഈ വീടിൻ്റെ ഐശ്വര്യം എന്നതിൻ്റെ മുമ്പിൽ പടം വെച്ച് എഴുതി വെക്കണം, എങ്കിലേ കൊടുക്കൂ. കേരളത്തിൽ 5.25 ലക്ഷം വീട് കൊടുത്ത ഏതെങ്കിലും ഒരു വീട്ടിൽ ചെന്ന് നോക്കിയേ പിണറായി വിജയൻ്റെ പടവോ പിണറായി വിജയൻ ഈ വീടിൻ്റെ ഐശ്വര്യം ഒന്ന് എഴുതി വെച്ചിട്ടുണ്ടോന്ന്. കാരണം ഈ വീടെന്ന് പറഞ്ഞാൽ അവരുടെ അവകാശമാണ്, പിണറായി വിജയൻ്റെ ഔദാര്യമല്ലത്. അത് CPM-ൻ്റെ ഔദാര്യമല്ല, കേരളം ഭരിക്കുന്ന LDF-ൻ്റെ ഔദാര്യമല്ല, വാങ്ങുന്നവൻ്റെ അവകാശമാണ്, അല്ലെങ്കിൽ വാങ്ങുന്നവളുടെ അവകാശമാണ്. അത് വെച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പേരവിടെ കൊടുക്കാത്തത്. അപ്പം 4 ലക്ഷം രൂപ വീടിന് കൊടുത്ത്, ഇവിടെ 5.25 ലക്ഷം വീട് കൊടുത്ത് പരിഹരിച്ചവരെ നോക്കി പല്ലിളിച്ച് കാണിച്ചിട്ട് പറയുക, ഞങ്ങൾ അവിടെ 75,000 രൂപയ്ക്ക് വടക്കേന്ത്യ മൊത്തം വീട് കൊടുത്തോണ്ടിരിക്കുകയാണ്. 75,000 രൂപയ്ക്ക് വീട് വെക്കാൻ പറ്റില്ല. സർക്കാരിന്റെ ക്രൈറ്റീരിയ എന്ന് പറയുന്നത് UNDP-യുടെ തന്നെയും ക്രൈറ്റീരിയയെ മാച്ച് ചെയ്യുന്ന ഒന്നാണ്. അപ്പോൾ അതിൽ അങ്ങനെ പ്രശ്നം ആക്ഷേപിക്കാൻ കഴിയില്ല. ജിൽ മാക്കുറ്റിയും ഇതിനകത്ത് ഈ സർക്കാരിന് അതിരുകവിഞ്ഞ അവകാശവാദങ്ങളില്ല, ദരിദ്രരാകമാനം ഞങ്ങൾ ഇവിടെ നിന്ന് മാറ്റി എന്ന കാര്യത്തിൽ. എന്നാൽ അതിദരിദ്രരുടെ പ്രശ്നം പരിഹരിക്കാനാണ് ശ്രമിച്ചിട്ടുള്ളത്. അതിൻ്റെ തുടർച്ച ഉറപ്പാക്കാനുള്ള ഒരു മെക്കാനിസം തന്നെ സർക്കാർ ഉണ്ടാക്കുകയും ചെയ്തു എന്നാണ്. ഞാൻ ചോദിക്കുന്ന വേറൊരു കാര്യമാണ്, ഇപ്പോൾ നോക്കൂ, തുടർച്ചയായി ഇപ്പോൾ ക്ഷേമ പദ്ധതികളുടെ പ്രഖ്യാപനം വരുന്നു, അതിനുശേഷം അതിദാരിദ്ര്യമുക്തി പ്രഖ്യാപനം വരുന്നു. ഇവയെല്ലാം ജനങ്ങളെ നേരിട്ട് സ്പർശിക്കുന്ന സംഗതികളാണ്. ഇപ്പോൾ ക്ഷേമ പെൻഷനുകൾ വർദ്ധിപ്പിക്കുക എന്ന് വെച്ചാൽ അടിത്തട്ട് മനുഷ്യരെ ഡയറക്റ്റ് സ്പർശിക്കുന്ന സംഗതിയാണ്. അതിദാരിദ്ര്യമുക്തിയും ജനങ്ങളെ നേരിട്ട് സ്പർശിക്കുന്ന പരിപാടിയാണ്. അത് കേരളത്തിലാകെ തന്നെയും ശ്രദ്ധിക്കപ്പെടുകയും ചെയ്തുവല്ലോ. നിങ്ങൾ സത്യത്തിൽ എതുവഴി മൂവ് ചെയ്യണം എന്ന ഒരു ആശയക്കുഴപ്പത്തെ അഭിമുഖീകരിക്കുന്നുണ്ടോ ഈ 11-ാം മണിക്കൂറിൽ? നിഷാദ്, ഞങ്ങൾക്കൊരു ആശങ്കയില്ല. കേരളത്തിലെ ജനങ്ങൾക്ക് ഈ സർക്കാരിനെ കുറിച്ച് വളരെ കൃത്യമായ ധാരണയുണ്ട്.
ഇത് തെരഞ്ഞെടുപ്പിന് മുമ്പിൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു ഗിമ്മിക്കാണെന്ന് ബോധ്യമുള്ളവരാണ്. കാരണം മുകൾ തൊട്ട് താഴെ വരെ അഴിമതി കുളിച്ചു നിൽക്കുന്ന സർക്കാരാണ്. ശബരിമല അയ്യപ്പൻ്റെ സ്വർണ്ണപ്പാളി പോലും സ്വർണം പോലും അടിച്ചു മാറ്റാൻ ഒരു മടിയില്ലാത്തവർ. PM ശ്രീ പദ്ധതി ഇപ്പോൾ RSSൻ്റെയുമായി ബന്ധപ്പെട്ട് ഇവിടെ CPM-ൻ്റെ പ്രതിനിധി പറയുന്നത് കേട്ടു, RSSൻ്റെ ആശയങ്ങൾ നടപ്പാക്കി. ഇവിടെ PM ശ്രീ RSSൻ്റെ വിദ്യാഭ്യാസം ഇവിടെ നടപ്പാക്കുന്നതിന് PM ശ്രീ പദ്ധതി ഒപ്പിടാൻ പോയി. നരേന്ദ്രമോദിയുടെയും അതോടൊപ്പം തന്നെ ഈ പറയുന്ന അമിത്ഷയുടെ കാല് പിടിച്ചിട്ട് അവസാനം അതെന്തായി നമുക്കറിയാം. ആരാണ് ഇവരുടെ രാഷ്ട്രീയം എന്താണെന്ന് കേരള ജനങ്ങൾക്ക് ബോധ്യമുണ്ട്. അതുകൊണ്ട് കേരളത്തിൽ ജനങ്ങൾ വിലക്കയറ്റം ഉൾപ്പെടെ ഈ 5 വർഷക്കാലം ഈ നാട്ടിൽ അനുഭവിച്ചുകൊണ്ട് ഇലക്ട്രിസിറ്റി ചാർജ്, വെള്ളക്കരം, അത് കെട്ടിട നികുതി, ഭൂനികുതി എത്ര തവണ വർദ്ധിപ്പിച്ചു. അതൊക്കെ അനുഭവിക്കുന്ന ജനങ്ങൾ ഇവിടെ ഉണ്ട്. നിങ്ങൾ അവസാന നിമിഷം നിങ്ങൾക്ക് 2000, 2500 എന്ന് 2000 തരുമെന്ന് പറഞ്ഞാൽ വോട്ട് ചെയ്യുന്ന ആളല്ല. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പല ചർച്ചയിലും പറയാറുണ്ട്, ഒരിക്കൽ ചക്ക വീണ് മുതൽ ചേർത്തു എന്ന് കരുതി ഇതൊന്നും പ്രഖ്യാപിച്ച ജനങ്ങൾ വോട്ട് ചെയ്യില്ല എന്നുള്ളത് CPM ധരിക്കുന്ന നന്നായിരിക്കും. പിന്നൊരു കാര്യം, ഇവിടെ അദ്ദേഹം പറഞ്ഞൊരു കാര്യമുണ്ട്, ആലപ്പുഴയിൽ ഏതോ ആളെന്തോ ചെയ്തു. ഇപ്പോൾ ഞങ്ങളുടെ നാട്ടിൽ കണ്ണൂരൊക്കെ കൂത്തുപറമ്പിൽ CPM ലോക്കൽ കമ്മിറ്റി മെമ്പറായ കൗൺസിലറാണ് ഒരു വീട്ടമ്മയുടെ മാല മോഷ്ടിച്ച് ജയിലിൽ കിടക്കുന്നത്. ഇപ്പം നമ്മുടെയൊക്കെ നാട്ടിൽ CPM-ൻ്റെ കൗൺസിലർമാരും പഞ്ചായത്ത് മെമ്പർമാർ വരുമ്പോൾ അമ്മമാരും സഹോദരിമാരൊക്കെ തന്നെ അവരെ കഴുത്തിലെ വളയും മാലയും ഊരിയിട്ടാണ് പുറത്ത് വരുന്നത്. ആ രൂപത്തിൽ കള്ളന്മാരുടെ ഒരു സംഘാണെന്ന് ഈ നാട്ടിലെ ജനങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. അതാണ് നിങ്ങളുടെ പാർട്ടിയുടെ അവസ്ഥയെക്കുറിച്ച് പ്രത്യേകിച്ച് പല മേഖലയിൽ വരുന്ന വാർത്തകളെന്ന് നമുക്കറിയാം. അതവിടെ നിൽക്കട്ടെ. പിന്നെ ഇവർ പറയുന്ന കാര്യം, എല്ലാവർക്കും ഞങ്ങൾ ദാരിദ്ര്യമുക്തിയിൽ എത്തിയെന്ന് പറയുമ്പോൾ 5 ലക്ഷത്തിൽ പരം ആളുകൾ ഈ പരമദാരിദ്ര്യ പട്ടികയിൽ നിന്ന് അതിദാരിദ്ര്യ പട്ടികയിൽ എത്തുമ്പോൾ കേന്ദ്ര ഗവൺമെന്റ് ഗുണമുണ്ട്. കാരണം എന്താ, ബീഹാറിൽ നിന്ന് വോട്ട് ചോരിയിലൂടെ ആളെ വോട്ടർ പട്ടികയിൽ നിന്ന് മാറ്റുന്നത് പോലെ BPL കാർഡ് ലിസ്റ്റിൽ നിന്ന് ആ BPL ചോരി ലിസ്റ്റാക്കും. കാരണം കേരളം അതീവ ദരിദ്ര മുക്തമായിരിക്കുന്നു. അതുകൊണ്ട് കേരളത്തിലെ പാവപ്പെട്ടവർക്ക്, ആദിവാസികൾക്ക്, പട്ടികജാതിക്കാർക്ക്, അതോടൊപ്പം തന്നെ ദാരിദ്ര്യ മേഖല അനുഭവിക്കുന്നവർക്ക് ഇനി കേന്ദ്രം കൊടുക്കുന്ന അരി കൊടുക്കണ്ട, അവർക്ക് ഫണ്ട് കൊടുക്കണ്ട. കാരണം കേരളം എല്ലാ തരത്തിലും സമ്പുഷ്ടമാണല്ലോ. കേന്ദ്ര ഗവൺമെന്റ് ഈ തെരഞ്ഞെടുപ്പിന് വേണ്ടി, തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിന്റെ പ്രചരണത്തിന് വേണ്ടി ഇവർ ഈ കാണിച്ച ഗിമ്മിക്ക് ഈ നാട്ടിൽ ലക്ഷക്കണക്കിന് വരുന്ന പാവപ്പെട്ടവന്റെ അവനും ഇടുത്തി പോകുന്ന നിലപാടിലേക്കാണ് എത്തിയതിനെ സംബന്ധിച്ച് ഒരു തർക്കവും വേണ്ട. പിന്നെ ഞങ്ങൾ പറഞ്ഞിട്ടുണ്ടൊരു കാര്യം, ഞങ്ങൾ ഈ വിഷയത്തിനകത്ത് കൃത്യമായ സ്റ്റഡിയിലാണ്. ആ സ്റ്റഡിയുടെ കാര്യങ്ങൾ നാളുകളിൽ നിങ്ങൾ നോക്കൂ. കേരളത്തിൽ ഈ പറയുന്ന ഇവരുടെ കണക്കും ഈ കണക്കിന് എക്സ്പോസ് ചെയ്യാൻ പോവുകയാണെന്ന് ആവർത്തിച്ച് പറയുന്നു ആത്മവിശ്വാസത്തോടെ ഇങ്ങനെയൊക്കെ ഒരു പ്രശ്നമുണ്ടോ? അതായത് കോൺഗ്രസ്സുകാരും പ്രതിപക്ഷ നേതാക്കളും പറയുന്ന ഒരു പോയിന്റ് ആണ്, ദാരിദ്ര്യമുക്തി എന്നൊക്കെ പറഞ്ഞ് വന്നാൽ ഓൾറെഡി നമ്മൾ പലതരത്തിലുള്ള സാമൂഹ്യ സൂചി സമയപ്രശ്നമുണ്ട്. ഓൾറെഡി നമ്മൾ പല സാമൂഹ്യ സൂചികളും അച്ചീവ് ചെയ്ത് കഴിഞ്ഞുകൊണ്ട് കേന്ദ്ര ഒറ്റ കാര്യം പ്രളയ ഫണ്ട് ഉപയോഗിച്ച് കേരളത്തിലെ ജനങ്ങൾക്ക് എന്ത് ചെയ്തു എന്നും 700 കോടി വാങ്ങിയിട്ട് വയനാട് എത്ര വീടുണ്ടാക്കി നിങ്ങൾ പറയണം. നിങ്ങൾ വീട് കൊടുത്തിട്ടല്ല ഞങ്ങൾക്ക് ആക്ഷേപം. ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ ഞങ്ങൾ അവിടെ നടപ്പാക്കൂ. പിന്നെ RVG മേനെ പോലെ, ഡോക്ടർ കണ്ണനെ പോലെ, N രാമൻകുട്ടിയെ പോലെ, സണ്ണിയം കവിക്കാടിനെ പോലെ ആളുകൾക്ക് ബോധ്യപ്പെടാത്തത് ഈ നാട്ടിലെ കോൺഗ്രസ്സുകാർക്ക് ബോധ്യപ്പെടാന്ന് പറഞ്ഞാൽ അതങ്ങ് CPM-ന്റെ AKG സെന്ററിൽ പോയി. സണ്ണിയം കവിക്കാട് അങ്ങനെ ഈ വാദമൊക്കെ കാര്യമുള്ളതാണോ? അതായത് നമ്മൾ ദാരിദ്ര്യമുക്തിയിലേക്ക് എത്തികട്ടോ, അതിദാരിദ്ര്യമുക്തിയിലേക്ക് നമ്മൾ എത്തി എന്ന പ്രഖ്യാപനം ശരിയായ ദാരിദ്ര്യമുക്തി പ്രോജക്റ്റിന് തുരങ്കം വെക്കും എന്ന് വിചാരിക്കുന്ന ഒരു കഥയുണ്ടോ? അല്ല, ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിന്റ്, കേരളം അതീവ ദരിദ്ര മുക്തമായ സംസ്ഥാനമായി പ്രഖ്യാപിക്കപ്പെടാൻ മാത്രമുള്ള എന്ത് കാര്യമാണ് ഇത്തരമൊരു പ്രഖ്യാപനം നടത്തുന്നതിലേക്ക് എത്തുന്ന കാര്യത്തിൽ അതീവ ദരിദ്രരെ കണ്ടെത്തുന്നതിൻ്റെ മാനദണ്ഡങ്ങളുടെ അശാസ്ത്രീയത, ഇപ്പോൾ ഇവിടെ നിലവിലുള്ള പദ്ധതികളിലൂടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്ത ചില കാര്യങ്ങളുടെ ലിസ്റ്റ് പ്രഖ്യാപിച്ചിട്ട്, ഞാനൊരു ഉദാഹരണം പറയാം. ഇന്ന് വന്ന വാർത്തയെ നമ്മൾ ശ്രദ്ധിക്കണം. അത് ഭക്ഷണം ഉറപ്പാക്കൽ 20,648 അതിദരിദ്ര കുടുംബങ്ങൾക്ക് 3 നേരവും ഭക്ഷണം ഉറപ്പാക്കി. ഇത് മുഖ്യമന്ത്രിയുടെ പ്രസംഗത്തെ കോട്ട് ചെയ്തിട്ട് ഇന്ന് പത്രത്തിൽ വന്ന വാർത്തയാണ്. ഇത് ആരാ ഈ 20,000 പേര്? ആകെ 6,000 കുടുംബങ്ങളെ ഉള്ളൂ എന്ന് പറയുന്നു. പിന്നെ ഈ 20,000 പേര് എവിടെ നിന്നാണ് വരുന്നത്? ഞാൻ പറഞ്ഞത് ഗവൺമെന്റിന്റെ ഇനിഷ്യേറ്റീവിനെ ഞാൻ നിഷേധിക്കുന്നില്ല. പക്ഷേ ഇതിൽ പൊരുത്തക്കേടുണ്ട്. ഒട്ടും ശാസ്ത്രീയമായി ചെയ്തൊരു കാര്യമല്ല. ഇവിടെ നടന്നു വന്ന കാര്യങ്ങളെ ഉൾപ്പെടുത്തി റേഷൻ കാർഡ് കൊടുത്തു, വൈദ്യുതി കണക്ഷൻ കൊടുത്തു, സ്കോളർഷിപ്പ്, ഇതൊക്കെ ഇവിടെ കൊടുക്കുന്ന കാര്യമില്ലേ? എന്താണ് പുതിയൊരു പദ്ധതി ആവിഷ്കരിച്ച് നടപ്പിലാക്കിയത്? ഗവൺമെൻറ് പ്രഖ്യാപിക്കണം. അതീവ ദരിദ്ര ജനവിഭാഗങ്ങളുടെ ദാരിദ്ര്യം മാറ്റാൻ പ്രത്യേകമായ എന്ത് പാക്കേജാണ് നടപ്പിലാക്കിയതെന്ന് പറയണം. വീട് കൊടുത്തു, വൈദ്യുതി കൊടുത്തു, റേഷൻ കാർഡ് കൊടുത്തു, കേരളം അതിദരിദ്ര മുക്ത കേരളമായി മാറി എന്നൊക്കെ പറയുന്നത് ആരോടായി പറയുന്നത്?
അതാണ് ചോദ്യം. അത് യുക്തിഭദ്രമായൊരു ചോദ്യമാണ്. അത് ഗവൺമെൻറ് അതിന് ആൻസറബിൾ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഗവൺമെൻറ്റിൻ്റെ താല്പര്യത്തെ ഞാൻ ഒരിക്കലും തള്ളിപ്പറയുന്നില്ല. അങ്ങനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അത് നല്ല കാര്യം തന്നെ എന്ന് തന്നെയാണ് ഞാൻ വിചാരിക്കുന്നത്. എന്നെ തള്ളിപ്പറയുന്നില്ല. പക്ഷേ അവർ പറയുന്നതിൽ പൊരുത്തക്കേടുണ്ട്. പ്രത്യേകമായൊരു ഇനിഷ്യേറ്റീവ് അക്കാര്യത്തിൽ ഉണ്ടായിട്ടില്ല എന്ന് തന്നെയാണ് വാർത്തകളിൽ നിന്ന് പുറത്തു വരുന്നത്. പറയാതിരിക്കാൻ ഒരു അതിദരിദ്രനും ഈ സമീപ ദിവസങ്ങളിൽ സർക്കാരിനെ തേടി വരാൻ പോകുന്നില്ല എന്ന കോൺഫിഡൻസ് ഉണ്ടോ? എൻ്റെ നിഷാദെ, കഷ്ടമാണ് ഇദ്ദേഹത്തെ പോലുള്ള ആളിങ്ങനെ പറയുന്നത്. വീട് കൊടുത്തു, ഇലക്ട്രിസിറ്റി കൊടുത്തു, കിണർ കൊടുത്തു, ഇതാണോ പദ്ധതി എന്ന്. പിന്നെ എന്താ സാറേ പദ്ധതി എന്ന് പറഞ്ഞാൽ? ഇവരെ വിളിച്ച് ചന്ദ്രന് കൊണ്ടുപോകുമോ? സാർ എന്തു വരുന്നുണ്ട് ഈ പറയുന്നത്? ഇതൊക്കെ തന്നെയാണ് പദ്ധതി. 66,000 കുടുംബങ്ങളെ അവസാനം കണ്ടുപിടിച്ചു. 64,006 കുടുംബങ്ങൾ എത്തിയത് എങ്ങനെയാണെന്ന് പച്ച മലയാളത്തിൽ കേരളത്തിലെ മുഴുവൻ ആളുകൾ വിശദീകരിച്ചു. നിങ്ങൾക്ക് ദഹിക്കാത്തവരെ ഇനി ദഹിപ്പിക്കാൻ പറ്റത്തില്ല. അല്ല, ഉറങ്ങിക്കിടക്കുന്നവരെ ഉണർത്താൻ വലിയ പാടില്ല സാർ. സാർ ഈ പറഞ്ഞ മുഴുവൻ കാര്യങ്ങളും അല്ല സാറേ, പുതിയ പദ്ധതി എന്നല്ല പറഞ്ഞേ സാറേ. ഇത് 57 തുടങ്ങിയതാ സാറേ, 57 തുടങ്ങിയതാ. അല്ല പറയട്ടെ, ഇങ്ങനെ ഇടയ്ക്ക് കയറരുത്. അങ്ങേ പോലെ ഒരാൾ ഇങ്ങനെ ഇടയ്ക്ക് കയറരുത്. ഞാൻ അത് ശരിയല്ല. അല്ല, അത് ശരിയല്ല. അങ്ങേ അതെ കണ്ടോ, റിജു കയറി. ഞാൻ നിഷാദ ഈ ചർച്ചയിൽ ഇരിക്കാൻ കൂടെ പാടാണ്. നിങ്ങൾ എനിക്ക് സമയം തന്നു. എന്തിനാ ഇത്ര അസ്വസ്ഥത കേരളത്തിൽ? എന്തിനാ ഇത്ര അസ്വസ്ഥത? എന്തിനാ? സണ്ണി സാറിന് പോലും അസ്വസ്ഥതയാ. ഞാൻ പറഞ്ഞത് അദ്ദേഹം ചോദിക്കുക, അദ്ദേഹത്തെ പോലെ ഒരാൾ റിജിൽ ചോദിച്ചാൽ ശരി, അദ്ദേഹത്തെ പോലെ ഒരാൾ ചോദിച്ചാൽ എന്ത് പദ്ധതിയാണ്? എന്നിട്ട് ആ പദ്ധതി പറയുമ്പോൾ ഇതൊക്കെ നേരത്തെ ഉള്ളതല്ലയോ? ഇത് നേരത്തെ അല്ല സാർ. 57 പദ്ധതി. ഇവിടെ ഭൂപരിഷ്കരണമാണ് ദാരിദ്ര്യത്തിന് കുറയ്ക്കാൻ കാരണം. രാമൻകുട്ടിക്ക് അസ്വസ്ഥതയുണ്ട്. ഒക്കെ ഇടതുപക്ഷക്കാരാണ്. അല്ലെ, നിങ്ങൾ സംസാരിക്കാൻ സമ്മതിക്കില്ലേ? റിജിലെ, നിങ്ങൾ സമയം കഴിയാണെ പൂർത്തിയാക്കൂ CP കെ ഗോപൻ. ഒരു ചർച്ചയിൽ പങ്കെടുക്കുമ്പോൾ ഞങ്ങൾക്ക് അല്ലെ, നിങ്ങൾ എന്തായി കാണിക്കുന്നേ? നിങ്ങൾ എന്തായി ചെയ്യുന്നേ? ഒരക്ഷരവും പറയാൻ സമ്മതിക്കില്ലേ നിങ്ങൾ? ഞാൻ പറഞ്ഞത് ഭൂപരിഷ്കരണം നടപ്പിലാക്കി, സാക്ഷരതാ പ്രസ്ഥാനം നടപ്പിലാക്കി, 45 രൂപ പെൻഷൻ കൊടുത്തുകൊണ്ട് ഇന്ന് 2000-ലെത്തി. ഒരുപാട് പ്രക്രിയകളിലൂടെ ഈ ദാരിദ്ര്യം ഇല്ലാതാക്കിയത്. വടക്കേന്ത്യയെ കിടന്ന് നരയിക്കുമ്പോൾ പുഴുവിനെ പോലെ നരയിക്കുമ്പോൾ ഈ കേരളത്തിലെ ഗവൺമെന്റ്, ഇടതുപക്ഷ ഗവൺമെന്റുകൾ കാലാകാലങ്ങളിലായി നടപ്പിലാക്കിയ പദ്ധതികളാണ്. അല്ലാതെ നിങ്ങൾ ബേളം ഉണ്ടാക്കിയ പറ്റുന്ന കാര്യമല്ലത്. ഗവൺമെന്റ് ഈ പദ്ധതിയെ കുറിച്ച് ആത്മവിശ്വാസമുണ്ട്. ഈ പദ്ധതിയുടെ തുടർച്ച ഉറപ്പാക്കാനുള്ള വിഭാവന ശേഷിയുണ്ട് എന്നാണ് അദ്ദേഹം ചൂണ്ടിക്കാണിക്കുന്നത് കാര്യം. ശ്രീ ഹരി നായർ, സോറി ശ്രീ ബിജു നായർ, എനിക്ക് ഒരിക്കൽ കൂടി വരാൻ പറ്റിയില്ല, സമയപരിമിതി. താങ്കൾ ദയവായി മനസ്സിലാക്കില്ല. ഞാൻ ആ കാര്യത്തിൽ താങ്കളോട് ക്ഷമ ചോദിക്കുന്നു. ഞാൻ അവസാനിപ്പിക്കുകയാണ്, സമയം കടന്നുപോയതുകൊണ്ട്. താങ്ക് യു ഈ ചർച്ചയിൽ പങ്കെടുത്ത എല്ലാവർക്കും.